यदु नंदलाला नंदलाला यदु नंदलाला वृंदावन गोविंदलाला वृंदावन गोविंदलाला नंदलाला यदु नंदलाला नंदलाला यदु नंदलाला वृंदावन गोविंदलाला वृंदावन गोविंदलाला राधा लोला नंदलाला राधा लोला नंदलाला राधा माधव नंदलाला राधा माधव नंदलाला नंदलाला यदु नंदलाला नंदलाला यदु नंदलाला वृंदावन गोविंदलाला वृंदावन गोविंदलाला राधा लोला नंदलाला राधा लोला नंदलाला राधा माधव नंदलाला राधा माधव नंदलाला वेणु विनोदा नंदलाला वेणु विनोदा नंदलाला वेणु विनोदा नंदलाला वेणु विनोदा नंदलाला विजय गोपाला नंदलाला विजय गोपाला नंदलाला विजय गोपाला नंदलाला विजय गोपाला नंदलाला नंदलाला यदु नंदलाला नंदलाला यदु नंदलाला वृंदावन गोविंदलाला वृंदावन गोविंदलाला राधा लोला नंदलाला राधा लोला नंदलाला राधा लोला नंदलाला राधा लोला नंदलाला राधा माधव नंदलाला राधा माधव नंदलाला राधा माधव नंदलाला राधा माधव नंदलाला राधे 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 श्याम राधे श्याम कृष्णाय गोविंदाय कृष्णाय गोविंदाय कृष्णाय गोविंदाय गोपीरमण वल्लभाय गोपीरमण वल्लभाय गोपीरमण वल्लभाय गोपीरमण वल्लभाय गोपीरमण वल्लभाय ഗോപീരമണ വല്ലഭനായിക്കൊണ്ടാണ് സാക്ഷാൽ ഭഗവാൻ
ഈ ഭൂമിയിൽ അവതരിക്കണത്. രാധാസഹായമതിസുന്ദരമന്ദഹാസം, സുന്ദരീം കൃഷ്ണവല്ലഭാം എന്ന് പറയും. കൃഷ്ണന്റെ വല്ലഭയായിക്കൊണ്ട് രാധാദേവിയായി, രാധാദേവിയോടുകൂടി സാക്ഷാൽ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ച് നടത്തിയതായ കഥകളെയാണ് ഭാഗവതത്തില് വർണ്ണിച്ചതാ വരുന്നത്. രാധാരമണനായിക്കൊണ്ട്, രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ധാര എന്നാണ് അർത്ഥം. ധാര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? ഒഴുക്കിനാണ് ധാര എന്ന് പറയാം. ഭഗവാനിലേക്കുള്ള ഒഴുക്കാണ് രാധ എന്ന് പറഞ്ഞാൽ ഭഗവത് പാദാരവിന്ദ ഭക്തി. ആ ഭക്തിയാണ് ഇതാ ഉണ്ടാവേണ്ടത്. ഭക്തി ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. കീർത്തനങ്ങളെ ചൊല്ലി ഭഗവാന്റെ മുന്നിൽ വന്ന പ്രാർത്ഥനകളതാ നടത്തി, ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് മനസ്സാകുന്ന പാത്രത്തിലേക്ക് ഭഗവാനെ തന്നെ ഇങ്ങനെ കുത്തി നിറയ്ക്കാനായിട്ട് സാധിക്കണം എന്ന് പറയും അല്ലേ? ഒരു പാത്രത്തില് നിറച്ച് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്കൊന്നും ആക്കാൻ പറ്റില്ല. നമ്മളെ മനസ്സാകുന്ന പാത്രത്തിൽ എന്ത് വേണം? ഭഗവാനെ നിറയ്ക്കാനായിട്ട് ഇതാ സാധിക്കണം. എങ്ങനെയൊക്കെ നിറയ്ക്കാം? കാതുകൊണ്ട് നിറയ്ക്കാം, കണ്ണുകൊണ്ട് നിറയ്ക്കാം, മൂക്ക് കൊണ്ട് നിറയ്ക്കാം, വായ കൊണ്ട് നിറയ്ക്കാം, ത്വക്ക് കൊണ്ട് നിറയ്ക്കാം. ഇങ്ങനെ ഭഗവാൻ തന്നതായ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഹൃഷീക ചഷകം എന്ന് പറയും. ഇന്ദ്രിയങ്ങളാകുന്ന കാതുകൊണ്ട് നന്നായിട്ട് ഭഗവാനെ തൻ്റെ ആ ഹൃദയത്തിലേക്ക് അങ്ങനെ നിറയ്ക്കാനായിട്ട് ഇതാ സാധിക്കണം. അങ്ങനെയുള്ള ഭഗവത് കഥകളെയാണ് ഭാഗവതത്തിൽ വർണ്ണിച്ചതാ വരുന്നത്. ധ്രുവകുമാരന്റെ കഥ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ധ്രുവന്റെ വംശത്തിലാണ് അങ്കെന്ന് പേരായിട്ട് ഒരു രാജാവ്. അംഗമഹാരാജാവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു കാട്ടില് എത്തിച്ചേർന്ന ഒരു യാഗമൊക്കെ നടത്തി. ആ യാഗത്തില് ദേവന്മാരൊന്നും വന്ന് പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പൊ യാഗം ചെയ്യുന്ന ഋഷീശ്വരന്മാരോട് ചോദിച്ചു, അല്ല എന്താ ഈ ദേവന്മാരൊന്നും വരാത്തത്, എന്താ അതിന്റെ കാരണം? അപ്പൊ പറഞ്ഞു, അങ്ങ് സത്യത്തിൽ ഈ യാഗമല്ല നടത്തേണ്ടത്. അങ്ങയുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങയ്ക്ക് ഒരു ഉണ്ണി ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് വേണം? ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടി ഒരു യാഗം ആദ്യം നടത്തൂ. എന്നാ ശരി എന്ന് പറഞ്ഞ അംഗമഹാരാജാവ് പുത്രകാമേഷ്ടി നടത്തി. ആ യാഗത്തില് സാക്ഷാൽ ഭഗവാൻ തന്നെ ഒരു പാത്രത്തില് പായസമൊക്കെ ആയിട്ടതാ എത്തിച്ചേർന്നു. ആ പായസത്തിന്റെ പാത്രം വേഗം മഹാരാജാവിന്റെ കയ്യിലേക്ക് ഇതാ കൊടുത്തു. മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഈ പായസം അങ്ങയുടെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കൂ, എന്നാൽ അങ്ങയ്ക്കൊരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോ മഹാരാജാവ് പായസത്തിന്റെ പാത്രമായി തന്റെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ വരുമ്പോ ആലോചിച്ചു, അല്ല ഈ പായസം എവിടുന്നുണ്ടാക്കിയതാ? അത് ഇവിടുന്നൊന്നും ഉണ്ടാക്കിയതല്ല, ദേവന്മാരുണ്ടാക്കിയതാ. അപ്പൊ ദേവന്മാരുണ്ടാക്കിയ ഈ പായസം ഒരു തരി പോലും താൻ കഴിക്കാതെ മുഴുവനും ഭാര്യയ്ക്ക് കൊടുക്കുക പറഞ്ഞാലോ അത് പറ്റില്ല കേട്ടോ. കുറച്ച് പായസം കഴിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കെന്നെ അറിയാലോ അല്ലേ? നമ്മള് ചിലപ്പോ അമ്പലത്തിലെ പായസമൊക്കെ ചീട്ടാക്കി, ചിലപ്പോ നമുക്ക് വരാൻ പറ്റിയില്ല വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ പറഞ്ഞേക്കും. കുട്ടിയൊക്കെ ഇവിടുന്ന് തിരുമേനി പായസം കൊടുത്തിട്ടും ഉണ്ടാവും. പക്ഷെ വീട്ടിലെത്തുന്ന സമയത്ത് പായസത്തിന്റെ പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? പായസമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അത് തന്നെ മഹാരാജാവിന് ദേവന്മാരുണ്ടാക്കിയ പായസം കഴിക്കണം എന്നുള്ള ആഗ്രഹം. അതിന് മഹാരാജാവ് ആ പാത്രമൊക്കെ തുറന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴും ആലോചിച്ചു, അല്ല ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഇനി അപകടമായാലോ, ഒരു ഉണ്ണി ഉണ്ടാവാനുള്ള പായസം അതെന്നെ കഴിച്ച അപകടമായ പ്രയാസമായില്ലേ. അങ്ങനെ അവസാനം മഹാരാജാവ് ആ പാത്രത്തിന്റെ അടപ്പൊക്കെ തുറന്ന് ഇത് കഴിച്ചാലല്ലേ കുഴപ്പമുള്ളൂ, വാസനിച്ചാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആ പായസം വാസനിച്ചു അത്രേ. വാസനിച്ചതായ പായസം തന്റെ ഭാര്യ സുനീത എന്നാണ് ഭാര്യയുടെ പേര്, യമധർമ്മരാജാവിന്റെ മകള് സുനീതയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ വാസനിച്ച പായസം കഴിച്ചത് കൊണ്ട് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണി ദുഷ്ടനായിട്ട് മാറി. എന്താപ്പൊ പറഞ്ഞത് അല്ലേ? എന്താപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മള് നല്ലതാവണം എന്ന് വിചാരിച്ച ഓരോ കാര്യമൊക്കെ ചെയ്യും.
അതാ നേരാവണ്ണം ആയില്ല വെച്ചാൽ നേരെ വിപരീതമായിരിക്കുന്ന ഫലമാണ് ഇതാ കിട്ടുക. പലരും അമ്പലത്തേക്കൊക്കെ വരുമ്പോൾ പൂക്കളൊക്കെ കൊണ്ടുവരും. കടിച്ച കൈകൊണ്ടാണ് പൂവ് തൊടുന്നത് വെച്ചാലോ ആ എച്ചിൽ എതുവരെ എത്തും അല്ലേ? എതുവരെ എത്തും? ഭഗവാന്റെ അടുത്ത് വരെ ഇതാ എത്തും. ചിലവരൊക്കെ മാല കിട്ടണത് കണ്ടതാണ് ഭഗവാന്. മാല എങ്ങനെയാ കിട്ടാ ചോദിച്ചാൽ അല്ലെ, അതിന്റെ ഒരു ഭാഗത്ത് അതിന്റെ ആ നൂല് കടിച്ചു പിടിക്കും, അങ്ങോട്ട് മാല ഇതാ കിട്ടും അല്ലേ? അപ്പൊ ഈ കടിച്ച ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് എച്ചല്, എന്ത് വറ്റ്, ഒരു എച്ചലും ഇല്ല, വറ്റും ഇല്ല, ഒന്നുമില്ല അല്ലേ? അപ്പൊ കൈ എച്ചിലായി കഴിഞ്ഞാൽ ആ എച്ചിലായ കൈകൊണ്ട് എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതെന്തായി? അതും എച്ചിലായി. അപ്പൊ അത് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഈ എച്ചിൽ ഇതുവരെ എത്തുന്നുണ്ട്, ഭഗവാന്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. അതാണ് അമ്പലത്തിലേക്കൊക്കെ വരുമ്പോ കൈ കഴുകണം, കാല് കഴുകണം, പൂക്കളൊക്കെ എടുക്കണേന് മുന്നേ കൈ നന്നായിട്ട് ഇതാ ശുദ്ധാക്കണം അല്ലെ എന്നൊക്കെ പറയാനുള്ള കാരണം. ഇങ്ങനെ വാസനച്ച പായസം കഴിച്ചതുകൊണ്ട് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണി ദുഷ്ടനായി അംഗമഹാരാജാവ് വേനൻ ഇതാ പേരിട്ടു ആ ഉണ്ണിക്ക്. വേനൽക്കാലം പോലെ തന്നെ അത്ര. ഇവനെ കൊണ്ട് ഓരോ ഉപകാരമില്ല. ഇവനടിച്ചാൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ദുഷ്ടത്തരങ്ങളും ചെയ്യാനായിട്ട് ഇതാ പുറപ്പെട്ടു. മുട്ടൂത്തി നടക്കുന്ന സമയത്ത് ഈച്ചനെ കണ്ട അപ്പ അടിച്ചു കൊല്ലും. കുറച്ചും കൂടിയൊക്കെ വലുതായി അവങ്ങനെ നടക്കുന്ന സമയത്ത് നടക്കാനായപ്പോ കണ്ണു കാണാത്ത മുത്തശ്ശന്മാരെയൊക്കെ അടുത്ത് പോയിട്ട് ചോദിക്കും, മുത്തശ്ശ അങ്ങോട്ട് പോവാൻ ഞാൻ കയ്യെ പിടിക്കണോ? ഞാൻ കയ്യെ പിടിക്കാം. ഞാൻ കണ്ണു കാണാത്ത മുത്തശ്ശന്മാരുടെ കയ്യെ പിടിച്ച് പൊട്ട കിണറ്റി കൊണ്ടുപോയി ഉന്തി തള്ളിയിട്ടു. ചില കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിക്കൂത്രേ. അപ്പൊ മഹാരാജാവ് ചോദിക്കും, എന്തിനാ ഉണ്ണി നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്? അതെന്താ അറിയുക വെച്ചാ, കുട്ടികളെ വെള്ളത്തിൽ എങ്ങനെ ഇരിക്കുമ്പോ ഒരു കുമിള അങ്ങനെ മുകളിലേക്ക് വരുന്നത് കാണാൻ നല്ല രസം. അതിന് വേണ്ടിയിട്ടാ പറയൂ. ഇവന്റെ ദുഷ്ടത്തിനെ ആലോചിച്ച് നോക്കൂ എവിടെ എത്തിയതുള്ളത് അല്ലെ? അങ്ങനെ ആ ഉണ്ണി വളർന്നതാ വന്നു. ഉണ്ണിയുടെ ദുഷ്ടത്തരം സഹിക്കവയ്യാതെ അംഗമഹാരാജാവ് തന്നെ ഇനിയിപ്പോ രാജ്യഭാരൊന്നും വേണ്ട, ഇങ്ങനെ ഒരുത്ത വീട്ടിലുണ്ടായി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? സൗകര്യമുണ്ടോ, സ്വസ്ഥത ഉണ്ടോ ആലോചിച്ച് നോക്കൂലെ. മഹാരാജാവ് വെച്ചാൽ നല്ലൊരാള്. ഉണ്ടായ ഉണ്ണിയാണെന്ന് വെച്ചാലോ എല്ലാവർക്കും ഉപദ്രവം ചെയ്യുന്ന, ഉപദ്രവകാരിയായിരിക്കുന്ന ഒരു ഉണ്ണി. അങ്ങനെ അംഗമഹാരാജാവ് കാട്ടിലേക്ക് ഇതാ തപസ് ചെയ്യാൻ പോയി. അപ്പൊ മന്ത്രിമാര് രാജാവിനെ കാണാൻ വേണ്ടി വന്നു നോക്കിയപ്പോ ഈ കൊട്ടാരത്തിൽ എവിടെയും രാജാവിനെ കാണുന്നില്ല. രാജാവ് കടന്നുറങ്ങുന്ന സ്ഥലത്തുണ്ടോ, കിടക്കണ റൂമിലുണ്ടോ പോയി നോക്കിയത്ര. ബെഡ്റൂമിൽ പോയി നോക്കിയപ്പോ അവിടെയില്ല മഹാരാജാവ്. കിടക്കേടെ തലേനൊക്കെ മാറ്റി നോക്കിയപ്പോ അവിടെ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത്ര അദ്ദേഹം. അപ്പൊ ആ കവിത, എഴുത്തല്ല അതൊരു കവിതയാണ്. ആ കവിത വായിച്ചു നോക്കി. എന്താ അതിൽ മഹാരാജാവ് എഴുതിയത്? കഥപത്യം വരം മന്യേ സതപത്യാശുചാമ്പതാൽ നിർവിദ്യേത ഗൃഹാൻമർത്യോ യൽ ക്ലേശ നിവഹാഗൃഹാം. ഇനി ആരെങ്കിലും കുട്ടികൾ ഉണ്ടാവണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വെച്ചാൽ ഒരിക്കലും നല്ല കുട്ടികൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവണമെന്നാ പ്രാർത്ഥിക്കേണ്ടത്? എനിക്കുണ്ടായില്ലേ കുരുത്തം കെട്ട ഒരുത്തൻ, ഇങ്ങനെ ഒരുത്തൻ ഉണ്ടാവണം എന്നാണ് എല്ലാവരും ഇതാ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. എന്താ മഹാരാജാവ് പറയാൻ കാരണം? കുട്ടികളുടെ അടി കിട്ടിയിട്ടാണെച്ചാലും തിരക്കില്ല. ചില ആൾക്കാർ TV ഓഫാക്കി നീ വേണ്ട കേട്ടോ ഇത് പറഞ്ഞ അടുത്ത അമ്പലം ഉണ്ട് വെച്ചാൽ അമ്പലത്തേക്ക് വരും, എന്നിട്ട് അവിടെ വന്നിരിക്കും. ഇത് അല്ലാതെ വീട്ടിലെ ഓരോ സുഖസൗകര്യങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈശ്വരനെ ഉപാസിക്കാൻ ആർക്കെങ്കിലും തോന്നോ? ഏതെങ്കിലും ദുരനുഭവം ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ചെല്ലപ്പോ ഹൃദയം ഒന്ന് പട്ടയ്യ. ഭഗവാൻ ഉപാസിക്കാൻ വേണ്ടത് എന്ന് അപ്പോഴാണ് തോന്നുക അല്ലേ? വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലോ അപ്പൊ അവരെന്ത് ചെയ്യും? വേഗം ഈശ്വരനെ ഉപാസിക്കാനായിട്ട്. അതൊക്കെ മഹാരാജാവിന്റെ അഭിപ്രായം കേട്ടോ, നമ്മുടെ അഭിപ്രായം അതല്ല അല്ലെ? നമ്മുടെ അഭിപ്രായം എന്താ? നല്ല കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെയാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ വേനന്റെ ദുർഭരണം ഹോതവ്യം ദിജാക്വചിൽ ഇതിന്യവാരയല്ല ധർമ്മത്തിന് എതിരായിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് പുറപ്പെട്ടു. ആരും ഹോമം കഴിക്കാൻ പാടില്ല, പൂച്ച കഴിക്കാൻ പാടില്ല. ഹോമം കഴിച്ചില്ല വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂലേ? അഗ്നിക്ക് കൊടുക്കേണ്ടത് അഗ്നിക്ക് കൊടുത്തില്ല വെച്ചാലോ അഗ്നി കോപിക്കും അല്ലെ? വായുവിന് കൊടുക്കേണ്ടത് വായുവിന് കൊടുക്കണം, അഗ്നിക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. നമ്മളെ വയറിൻ്റെ ഉള്ളിലൊക്കെ എന്തായിരിക്കണത്? അഗ്നിയാണ് ഇരിക്കുന്നത്. ജഠര അഗ്നി എന്നാ പറയുക അല്ലെ? ജഠര അഗ്നി. ആ ജഠരാഗ്നിക്ക് വയറിൻ്റെ ഉള്ളിൽ എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക.
ചിലപ്പോൾ നമ്മൾ പറയാറില്ല എന്റെ വയറ് കത്തുന്നുണ്ട് കേട്ടോ, വയറ് കത്തുന്നുണ്ട് എന്നൊക്കെ പറയും പല ആൾക്കാരും അല്ലെ. ഇതുകൊണ്ട് അങ്ങനെ പറയണത് വയറിന്റെ ഉള്ളില് അഹം വൈശ്വാനരോ ഭൂത്വ, വൈശ്വാനരനായിക്കൊണ്ട് സാക്ഷാൽ ഭഗവാൻ ജഠര അഗ്നിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ അഗ്നിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ നമ്മൾ കൊടുക്കുന്നത്, ഭക്ഷണം ഇതാ കൊടുക്കണുണ്ട് അല്ലെ. സാധാരണ അഗ്നിയിലേക്ക് ഒരു ഉരുള ചോറിട്ടു വിചാരിക്കുക, വൈകുന്നേരമായി കഴിഞ്ഞാലും അത് ചിലപ്പോ ദഹിക്കില്ല അല്ലേ. നമ്മളെ വയറിന്റെ ഉള്ളിലുള്ള അഗ്നിയിലേക്ക് എടുത്തിട്ടാലോ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുപോവാ 5 മിനിറ്റേ വേണ്ടു. എത്ര പെട്ടെന്നാ ദഹിക്കാല്ലേ. അപ്പൊ എത്ര ശക്തിയുള്ള അഗ്നി ആയിരിക്കും അത് നമ്മളോ സാധാരണയ്ക്ക് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല പറയും, കേട്ടല്ലേ അത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. എപ്പോ വേണം വെള്ളം കുടിക്കുക? ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കരുത് പറയണത്? വിശക്കും, അത് കാര്യം. എന്തുകൊണ്ടാ വെള്ളം കുടിക്കരുത് പറയണത്? ഇപ്പം പറഞ്ഞിട്ടും മനസ്സിലായില്ല എന്നർത്ഥം. വയറിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അഗ്നിയാണുള്ളത്. അഗ്നിക്ക് വെള്ളം ഒഴിച്ചാലോ കെട്ടുപോവും. അത് തന്നെ. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കരുത് എന്ന് പറയാനുള്ള കാരണം. വയറിന്റെ ഉള്ളില് എന്താ ഉള്ളത്? അഗ്നിയാണ് ഇതാണുള്ളത്. ആ അഗ്നിയാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനൊക്കെ ദഹിപ്പിക്കണത്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരും വെള്ളം കുടിക്കാത്തത്. അല്ലെങ്കിൽ സാധാരണയ്ക്ക് വെള്ളം കുടിക്കാറില്ല. അപ്പൊ ജഠര അഗ്നിക്ക് കൊടുക്കേണ്ടത് അഗ്നിക്ക് കൊടുക്കണം. വേണ്ട ആൾക്കാർക്ക് വേണ്ടത് കൊടുത്തില്ല. ചില അതിഥികളൊക്കെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അതിഥി ദേവോ ഭവാണ്, ദേവനായിട്ട് ഇതാ കാണണം. അപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കണം, അവർക്ക് വേണ്ട സന്തോഷമാവുന്ന കാര്യങ്ങളൊക്കെ ഇതാ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. ഇതാണ് ധർമ്മം. ഇതിന്യവാരയൽ ധർമ്മം. ഈ ധർമ്മത്തിന് നേരെ വിപരീതം, ധർമ്മത്തിന് എതിരായിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു അല്ലേ. എന്താണ് ധർമ്മം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാളയുടെ രൂപമാണ്, അതിന് 4 കാലുണ്ട്. ഏതാ കാല്? സത്യം, ദയ, തപസ്, ദാനം. ഇതൊന്നും വേണ്ട തീരുമാനിച്ചു അത്രേ. ആരും സത്യം പറയാൻ പാടില്ല, കളവ് മാത്രമേ പറയാൻ പാടുള്ളൂ. ദാനം ആരും ചെയ്യണ്ട അല്ലേ. ആലോചിച്ച് നോക്കൂ, ദാനം ചെയ്യുന്ന ആൾക്കാണോ കേമത്വം, ദാനം വാങ്ങുന്ന ആൾക്കാണോ? ആളുടെ കയ്യാ മുകളില്? ദാനം കൊടുക്കുന്ന ആളുടെ കയ്യാണോ ദാനം വാങ്ങുന്ന ആളുടെ കയ്യാണോ? എപ്പോഴും കൊടുക്കുന്ന ആൾക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം അല്ലേ. കൊടുക്കുന്ന ആൾക്കാണ്. അന്നദാനം, അന്നദാനത്തിന്റെ പ്രത്യേകത എന്താ? അന്നം കൊടുക്കുന്ന സമയത്താണ് പ്രാധാന്യം. അത് കഴിക്കുന്ന ആൾക്ക് കുറച്ചു നേരമൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും. കുറച്ചു നേരം കഴിഞ്ഞാലോ അല്ലേ, ആ കഴിച്ചത് കഴിഞ്ഞു. പക്ഷെ അന്നം കൊടുക്കുന്ന ആൾക്ക് എന്നും ഐശ്വര്യത ഉണ്ടാവുന്നു. ആരെടുത്തുന്ന അനുഗ്രഹം കിട്ടുന്നത്? ഭഗവാൻ എടുത്തുന്ന അനുഗ്രഹത ഉണ്ടാവുന്നു. മാത്രമല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചവര് എന്താ പറയുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ഒരു കാര്യം ഉണ്ടാ പറയും. ഒന്നും പറയാറില്ല അല്ലേ. എന്താ പറയേണ്ടത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്നദാത സുഖീഭവ എന്ന് പറയും. അന്നദാത സുഖീഭവ. ആരാണോ എനിക്കിന്ന് അന്നം തന്നത് അല്ലേ, അവർക്ക് സുഖം ഉണ്ടാവട്ടെ, അവര് സുഖിയായിട്ടിരിക്കട്ടെ അല്ലേ. അന്നദാത സുഖീഭവ. ആരാണോ നമുക്ക് ഭക്ഷണം തന്നിച്ചാൽ അവർക്ക് സുഖം ഉണ്ടാവണേന്ന് നമ്മളതാ പറയും. അപ്പൊ ആർക്കാ സുഖം ഉണ്ടാവണത്? അന്നം കഴിച്ച ആൾക്കാണോ അന്നം കൊടുത്തിയ ആൾക്കാണോ? അന്നം കൊടുത്തിയ ആൾക്കാണ്. അതാണ് അന്നദാനത്തിന് ഇത്രയധികം പ്രാധാന്യം. എല്ലാ ദാനത്തിലും കൂടുതൽ പ്രാധാന്യമാണ് അന്നദാനത്തിന്. എല്ലാ ദാനത്തിനും പ്രാധാന്യമുണ്ട്, പക്ഷെ അന്നദാനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്താ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം? മതി എന്ന് പറയുന്ന ഒരു ദാനേ ഉള്ളൂ അല്ലെ. മതി 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 അല്ലെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ മതി മതി പറയും. എന്നാ വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കൂ അല്ലെ. കുറെ പണം കൊടുത്തു, 1 കോടി ഉറുപ്പ്യ ഒരാൾക്ക് കൊടുത്തു വിചാരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? തന്നെയാളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കും. 10 ഉറുപ്പ്യോടെ ഉണ്ടാവുമോ ഭഗവാൻ? 10 ഉറുപ്പ്യോടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അല്ലെ നോക്കൂ. കിട്ടിയാൽ മതിയാവില്ല. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ വയറ് നിറഞ്ഞാൽ അപ്പൊ നമ്മള് മതി എന്നതാ പറയും. അതുകൊണ്ട് മതി എന്ന് പറയുന്ന ദാനമാണ് അന്നദാനം. അന്നദാനത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ആ ദാനം വേണ്ട തീരുമാനിച്ചു അത്രേ. ഹോതവ്യം. ആരും ദാനം ചെയ്യാൻ പാടില്ല, ഹോമം ചെയ്യാനായിട്ട് പാടില്ല, നല്ല വാക്ക് പറയാൻ പാടില്ല, സത്യം പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ധർമ്മത്തിന് എതിരായിക്കൊണ്ട് നടക്കാനായിട്ട് പുറപ്പെട്ടു. മഹർഷീശ്വരന്മാരെ കണ്ടു. അവരോടും
എതിര് പറഞ്ഞിടുകി ഇത്ര. അപ്പൊ മഹർഷി ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദത്തില് ഇപ്പോ വേനൻ മരിച്ചതാ വീണു. എന്തൊക്കെ പറഞ്ഞാലും കള്ളനാണെന്ന് വെച്ചാൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോ രാജാവ് മരിച്ചതോടുകൂടി കള്ളന്മാരൊക്കെ തലപൊക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. ഈ വേനൻ രാജ്യം വെച്ചിരുന്ന സമയത്ത് ഒരൊറ്റ കള്ളന്മാരും തല പൊക്കിയിരുന്നില്ല. എന്താ കാരണം? ഏറ്റവും വലിയ കള്ളം വൻ തന്നെയാണ്. അവനറിയാം ആരൊക്കെയാ കള്ളന്മാര് എന്നുള്ളത്, അല്ലേ? അപ്പൊ പിന്നെ ആരും തല പൊക്കിയിരുന്നില്ല. ഇവ മരിച്ചതോട് കൂടിയിട്ട് കള്ളന്മാരൊക്കെ അതാ തല പൊക്കി തുടങ്ങി. ആരൊക്കെ തന്റെ മകനെ പറ്റിയിട്ട് വേണ്ടാത്തത് പറഞ്ഞാലും അമ്മ എന്തേ പറയൂ, അവൻ നല്ല ആളാട്ടോ, അവൻ അങ്ങനെ ചെയ്യില്ല, അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് സുനീത തന്റെ മകന്റെ ആ ശരീരം, മൃതശരീരം എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അരാജക ഭയാദേശ, രാജാവില്ലാതായതോടുകൂടി കള്ളന്മാര് തല ഉയർത്തി തുടങ്ങി. അപ്പോ മഹർഷീശ്വരന്മാര് കയറി വന്ന് ഈ വേനന്റെ മൃതശരീരം എണ്ണത്തോടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടു. കാലുകൾ തമ്മിൽ കടഞ്ഞു. അതിൽ നിന്ന് കറുത്തതായിരിക്കുന്ന ഒരു പുരുഷൻ നീളം കുറഞ്ഞ ഉണ്ട കണ്ണുകളോട് കൂടിയിട്ട് തലമുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് തൊഴുത് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? രാജ്യം ഭരിക്കണോ ചോദിച്ചു. നിഷീദേത്യബ്രുവം സ്ഥാത സ നിഷാദസ്തതോഭവൽ. ഒന്നും വേണ്ട, കണ്ടതിൽ എന്നെ നല്ല സന്തോഷമായി പറഞ്ഞു, കാട്ടിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവരാണ് പിന്നെ കാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന നിഷാദന്മാരായിട്ട് മാറിയത്. നിഷാദൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാട്ടാളൻ എന്നർത്ഥം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ കാട്ടിലുള്ള ആൾക്കാരായിട്ട് ഇതാ മാറി അവര്, അല്ലേ? പിന്നീടാണ് ആ വേനന്റെ കൈകൾ തമ്മിൽ കടഞ്ഞത്. കൈകൾ തമ്മിൽ കടഞ്ഞ സമയത്ത് അതിൽ നിന്ന് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു പൃഥുമഹാരാജാവായിട്ട് അവതരിച്ചു. അനുജജ്ഞയെ അനപായിനി, തന്റെ ഭർത്താവ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യാൻ വേണ്ടി സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയും ഈ ഭൂമിയില് അർച്ചിസ് എന്നുള്ള പേരോട് കൂടിയിട്ടത് അവതരിച്ചു. ഭഗവാനെ കണ്ട ഉടനെ പലരും വന്ന് ഗംഭീരമായിട്ട് ഇതാ സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ട സമയത്ത് ഭഗവാന് തോന്നി, ഇങ്ങനെയാണോ എന്നെ സ്തുതിക്കുക? കാരണം ഞാൻ ഈശ്വരനല്ലേ, ഭഗവാനല്ലേ. അപ്പൊ ഭഗവാനെ സ്തുതിക്കുന്ന രീതിയിൽ വേണ്ടേ സ്തുതിക്കുക? അത് കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്റെ ആ ഇന്ദ്രിയങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എങ്ങനെ? പാദയോഹോ അരവിന്ദം ച. ഭഗവത് ഭക്തന്മാര് ഭഗവാന്റെ പാദങ്ങളെ കണ്ടപ്പോ ആ പാദത്തില് അരവിന്ദം, താമരപ്പൂവിന്റെ അടയാളം കാണാൻ സാധിച്ചു. അതാണ് സാമുദ്രിക ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് എത്രത്തോളം ആ ഭഗവത് ഐശ്വര്യം ഉണ്ട് എന്നുള്ളത്. എങ്ങനെയാ മനസ്സിലാവുക? നമ്മളെ കൈകളിലൊക്കെ ചിലപ്പോ ചില ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയും. കാലിന്റെ മുകളിൽ ചെറിയ ചിഹ്നങ്ങൾ. ഏതൊക്കെ ചിഹ്നങ്ങളാണ്? ഏതൊക്കെയാണ്? അല്ലെ, താമരപ്പൂവിന്റെ അടയാളം, ശംഖിന്റെ അടയാളം, അല്ലെ? ഇതൊക്കെ കാലിന്റെ അടിയിലോ കയ്യിന്റെ അടിയിലോ കണ്ടുവച്ചാൽ നമ്മള് ക്ഷേമന്മാരാവണി ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കണം. ആരിപ്പം നോക്കണ്ട, വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്തായാലും വീടൊക്കെ പോയിട്ട് നന്നായിട്ട് കാലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി നോക്കുക, അതിലെന്തെങ്കിലും ഉണ്ടോ അത് നോക്കിയാൽ മതി. ഇനിയിപ്പൊ ഞാനും ഈശ്വരനാന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നാൽ പ്രയാസമായി, അല്ലേ? അങ്ങനെ ഈ ഭഗവാന്റെ ആ ചിഹ്നങ്ങളൊക്കെ കണ്ടതോട് കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത് പോലെ പൃഥുമഹാരാജാവിനെ സ്തുതിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവത് അനുഗ്രഹമുള്ള ആൾക്കാര് എന്നും അനുഗ്രഹമുള്ളവര് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പുണ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ അതാ പ്രയത്നിക്കണം. പുണ്യമുള്ളവർക്ക് എന്തുണ്ടാവുള്ളൂ? എല്ലാവിധ ബഹുമാനവും ജീവിതത്തിൽ അതാ കിട്ടുള്ളൂ. അതിനെ ഈശ്വരനെ സ്തുതിക്കുന്നത് പോലെ ഇതാ സ്തുതിച്ചു. അപ്പൊ വേറെ ചില ആൾക്കാർ ഇതാ വന്ന് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങയെ സ്തുതിക്കണം എന്നൊന്നുമല്ല ആഗ്രഹം. കോടരസ്ഥേന വൃക്ഷ, അങ്ങയുടെ കാരണവരായിരിക്കുന്ന വേനൻ ഈ ലോകം ഭരിച്ചതുകൊണ്ട് ഈ ലോകത്തില ഭൂമിയില് ഒരു തരി പോലും ഭക്ഷണം കഴിക്കാനുള്ള ഒന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ വയറിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് ഒന്നും ഇതാ കൊടുക്കാൻ സാധിക്കുന്നില്ല. എപ്രകാരമാണോ മരത്തിന്റെ മുകളിൽ ഒരു പൊത്തുണ്ടായി കഴിഞ്ഞാൽ ആ മരം തന്നെ ദുഃഖിക്കുന്നത്, ഇതേപോലെ കാതുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, കുറെ ദ്വാരങ്ങളുള്ള ഓരോ ഇന്ദ്രിയങ്ങൾ ഉണ്ട് എന്നല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് എന്താ കൊടുക്കണ്ടേ? വായ കൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. കോടരസ്ഥേന വൃക്ഷ,
ആ പൊത്തിലേക്ക് ഒന്നും ഇതുവരെ എടുത്തിടാൻ സാധിച്ചില്ല. അപ്പൊ മഹാരാജാവ് ഭൂമിയെ ഒന്ന് നോക്കിയത്രേ. ഭൂമിയല്ലേ കൃഷി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഭൂമിയോട് ചോദിച്ചു, വസുധേത്വാം വധിഷ്യാമി മച്ചാസന പരാൻമുഖ്യം. ഞാൻ പറയുന്നതിന് വിപരീതമായിട്ട് നീ എന്താ പ്രവർത്തിക്കണത്? നീയല്ലേ ഇവർക്കൊക്കെ വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കേണ്ട ആള്. ആ ഉത്തരവാദിത്വം എന്നല്ലേ ഞാനിതാ ഏൽപ്പിച്ചത്. നീ എന്തുകൊണ്ടാണ് എന്റെ പ്രജകൾക്ക് ഭക്ഷണം കൊടുക്കാത്തത്? ത്വം വധിഷ്യാമി, എന്നെ ഞാൻ ഇപ്പോ വധിക്കും. കയ്യിലുള്ള വാള് കൊണ്ട് വെട്ടിക്കൊന്ന് എന്റെ മാംസം കുറച്ചാൾക്കാർക്ക് വിശപ്പ് മാറുന്നുണ്ട് വെച്ചാൽ അതും കൊടുക്കാൻ എനിക്കിതാ യാതൊരു മടിയുമില്ല. അപ്പൊ ഭൂമിദേവി ഒരു പശുവിന്റെ സ്വരൂപത്തില് വന്ന് മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ഇവർക്ക് ഇതൊന്നും കൊടുക്കാത്തതിന്റെ കാരണം എന്താന്നാ വിചാരിച്ചത്? ഇതിൽ നിന്ന് കിട്ടുന്നതായ കാർഷിക കാര്യങ്ങളൊക്കെ എടുത്ത് ഇവര് സ്വന്തം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അവനവന്റെ വയറ് ഉയർപ്പിക്കണം, വേറെ ഒന്നുമില്ല. അത്ര ഒക്കെ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഭഗവത് സമർപ്പണമായിട്ട് ഇതാ നടത്തുന്നില്ല. അല്ലെ, പണ്ടത്തെയൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നമ്മളെ വീടിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തെങ്ങ് വെച്ചു, ആ തെങ്ങിന്റെ മുകളിൽ ഒരു നാളികേരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ നാളികേരം നമ്മൾ എന്താ ചെയ്യുക? വേഗം തൃപ്പൈക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് ഇത് ഭഗവാന് അഭിഷേകം കഴിക്കട്ടെ കേട്ടോ, അത് ആദ്യം ഉണ്ടായത്. അല്ലെ, ഒരു വാഴ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ അത് ആദ്യം ഉണ്ടാവുന്നതായ സാധനം എടുത്ത് നേരെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി എന്നാ ഭഗവാൻ കഴിക്കുമോ? അതൊന്നുമില്ല. വലിയ ആൾക്കാർക്കൊക്കെ വിതരണതാ ചെയ്യും. അല്ലെ, എന്തായാലും ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട്, ആ സമർപ്പണ മനോഭാവം തീരെ ഇല്ലാതായി ഇവിടെ ഒക്കെ അവനവന് മാത്രം, ഒന്നും വിഭജിച്ച് കൊടുക്കുന്നില്ല. എന്ത് വേണം ജീവിതത്തിൽ എപ്പോഴാണ് ഐശ്വര്യം ഉണ്ടാവുക? യജ്ഞങ്ങൾ നടത്തുന്ന സമയത്തെ ഐശ്വര്യം അതാ ഉണ്ടാവുള്ളൂ. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാനുള്ള എല്ലാവിധ മാർഗങ്ങളെയും യജ്ഞം എന്നാണ് ഇതാ പറയാം. അപ്പൊ യജ്ഞത്തില് പലരും പലതും കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ അതിനെ തുല്യമായിട്ട് വിഭജിച്ച് ഇതാ കൊടുക്കും. എന്ത് വേണം? ഒക്കെ വിഭജിച്ച് കൊടുക്കാനുള്ള മനോഭാവം അതാ ഉണ്ടാവണം. ചിലവരെ കണ്ടല്ലേ, ചിലവര് വാഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വാഴ പെട്ടെന്ന് വെട്ടിക്കൊണ്ടുവരില്ല. എപ്പോഴേ വാഴക്കൊല വെട്ടിക്കൊണ്ടുവരുള്ളൂ. അതിൽ ആദ്യത്തെ ആ പടല പക്ഷികൾ വന്ന് കഴിച്ച്, പക്ഷികൾ അതിങ്ങനെ പഴം കൊത്തി തിന്നുമ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു കണ്ടില്ലേ, വിവരമില്ലാത്തവർ ഇത് ഇവിടുന്ന് വെട്ടിക്കൊണ്ടുപോയി ടൗണിൽ കൊണ്ടുപോയി കൊടുത്താൽ എത്ര ഉറുപ്പ്യ കിട്ടാവൂ? വെറുതെ കിളി കഴിച്ചു പോവുക. അതൊക്കെ വെറുതെ കിളി കഴിച്ചു പോവല്ല, ഇവരെന്താ അത് കിളി കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാ. അല്ലേ, ചില ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട്. ആദ്യത്തെ പടല പക്ഷികളെ കഴിച്ചതിന് ശേഷം മാത്രമേ ഞാനിത് ആ വീട്ടിലേക്ക് ഇത് വെട്ടിക്കൊണ്ടുവരുള്ളൂ എന്ന് വിചാരിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. ആ ധർമ്മബോധം ഒരു തരി പോലും ഇതാ ഇല്ലാതായി. ഒക്കെ അവനവന്റെ വയറ് നിറയ്ക്കാന്നല്ലാതെ സ്വാർത്ഥ മനോഭാവക്കാരായിട്ട് ഇതാ മാറി. അതുകൊണ്ടാണ് ഭഗവാനെ ഞാനിതാ ഇവർക്ക് ഒന്നും കൊടുക്കാത്തത്. അപ്പോ ഭഗവാൻ അവിടുന്ന് ചോദിച്ചു, യവസം ജഗ്ധ്യനുദിനം നൈവതോദ്യൗധസംഭയ, ഞാൻ തരുന്നതായിരിക്കുന്ന ഭക്ഷണം നന്നായിട്ട് കഴിച്ച് എന്റെ പ്രജകൾക്ക് നീയിതാ വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നില്ല വെച്ചാൽ നിന്നെ തന്നെ ഞാനിതാ വെട്ടിക്കൊല്ലും. ആ ഭൂമിദേവിക്ക് വല്ലാത്ത വിഷമായി. അവിടെ നിന്ന് ഭൂമി അങ്ങനെ പശുവിന്റെ വേഷത്തില് ദൂരത്തേക്ക് ഓടി മറഞ്ഞു. പക്ഷെ ഭഗവാന് ഈ ഭൂമിയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ അവതരിച്ച സമയത്ത്, പൃഥ്വിമഹാരാജാവ് അവതരിച്ച സമയത്ത് പലരും പലതും കൊണ്ടുപോയി കൊടുത്ത കൂട്ടത്തില് ഈ ഭൂമിദേവി 2 പാതുകകളാ കൊടുത്തത് അത്രേ. ആ പാതുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ മുകളിൽ കയറി നിന്ന് എവിടെയാ എത്തേണ്ടത് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പൊ അവിടെ എത്തും. അല്ലെ, എവിടെ എത്തേണ്ടതെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അങ്ങനത്തെ പാതുകകളാ കൊടുത്തത്. അപ്പൊ ഈ ഭൂമിദേവി എത്ര ദൂരം ഓടിക്കഴിഞ്ഞാലും ഭഗവാൻ ഒരു കുഴപ്പമില്ല. ഭൂമി എവിടെയാണുള്ളത് മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പൊ അവിടെ എത്തുക ഭഗവാൻ. അങ്ങനെ ഭൂമിയെ ഒരു പശുവിന്റെ സ്വരൂപത്തിൽ ഇതാ നിർത്തി ഓരോരോ ആളുകൾക്കും വേണ്ടതായിരിക്കുന്ന വസ്തുക്കള് ആ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു. ഗന്ധർവന്മാര് സംഗീതം കറന്നെടുത്തു, ബ്രാഹ്മണർ അവർക്ക് വേണ്ടത് ഇതാ എടുത്തു. ഇങ്ങനെ ചിലവര് കിന്നരന്മാര്, അപ്സരസുകള്, ഗന്ധർവന്മാര് അവരവർക്ക് വേണ്ടതായിരിക്കുന്ന വസ്തുക്കളൊക്കെ ഇതാ കറന്നതായി എടുത്തു. അങ്ങനെ മഹാരാജാവ് തന്നെ ജനങ്ങൾക്ക് സൗകര്യമാവാൻ വേണ്ടി തന്റെ കയ്യിലുള്ള ആ വില്ലുകൊണ്ട് ഈ ഉയർന്ന പ്രദേശങ്ങളൊക്കെ സമതല പ്രദേശങ്ങളാക്കി മാറ്റി. എന്നിട്ട് എല്ലാവരോടും കൃഷി ചെയ്യാനായിട്ട് ഇതാ പറഞ്ഞു. 4 കൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി, പുരങ്ങള്, പത്തനങ്ങള് ഒക്കെ ഇതാ ഉണ്ടാക്കി. നല്ല സന്തോഷമായി ഇത്രയും പ്രജകളൊക്കെ.
അല്ലെങ്കിൽ രാജാവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? രഞ്ജയതി ഇതി രാജാവ്. പ്രജകളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിഞ്ഞ് അവർക്ക് സന്തോഷം ഉണ്ടാവുന്ന രീതിയിൽ, അവർക്ക് ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ രാജ്യം ഭരിക്കാൻ സാധിക്കണം. അപ്പോഴാണ് അയാളെ രാജാവ് എന്നതാ പറയാ. ഇതേ രീതിയിൽ മഹാരാജാവ് ദാ രാജ്യം ഭരിച്ചു. അപ്പൊ കുറെ കൃഷിക്കാരൊക്കെ കുറെ കൂടി, വേണ്ട സമയത്ത് മഴയൊക്കെ ദാ പെയ്തു. അപ്പൊ മഹാരാജാവ് വിചാരിച്ചു, എന്നാ ശരി ഒരു യജ്ഞം നടത്താം, യാഗം നടത്താൻ തീരുമാനിച്ചു. ഇപ്പൊ ഒരു യാഗം നടക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഭഗവാന് പൂജ ഉണ്ടായിരിക്കും. മാത്രമല്ല കുറെ ആളുകൾ ഇതാ ഒന്നിച്ചു കൂടും, അവർക്ക് ഇതാ ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് ഇതാ പറ്റും അല്ലെ. പിന്നെ കുറെ അറിവുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഇതാ മനസ്സിലാവും. ഇപ്പൊ സപ്താഹം തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ അമ്പലത്തില് ഒരു സപ്താഹം വേണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇപ്പൊ എന്തൊക്കെ ഉണ്ടായത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ഇതാ അവിടെ നടക്കുന്നുണ്ട്. പന്തലിടാനുള്ള ആൾക്കാരുണ്ട്, മൈക്കിന്റെ ആൾക്കാരുണ്ട്, ഭാഗവതം വായിക്കാൻ അറിയുന്ന ആൾക്കാരതാ വിളിച്ചു വരുത്തണം. ഒരിക്കലും ഭാഗവതം കേൾക്കണം എന്ന് കാത്തിരിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അതാ എത്തിച്ചേരാൻ സാധിക്കണം, അവർക്കൊക്കെ അതാ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇതാ സാധിക്കണം. പിന്നെ എന്തുകൊണ്ടേ സാധിച്ചത്? ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വേണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഇത് വേണ്ടാതെ തീരുമാനിച്ചാലോ അത്ര എളുപ്പം കഴിഞ്ഞു. വേണ്ടാ തീരുമാനിക്കാൻ എളുപ്പം, പക്ഷെ വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നില് കുറെ പ്രവർത്തികളുണ്ട്. അനവധി ആളുകൾക്ക് അതിലേക്ക് ഇതാ എത്തിച്ചേരാനായിട്ട് സാധിക്കണം. അങ്ങനെ മഹാരാജാവ് ഒരു യാഗം നടത്തി. യാഗം നടത്തിയപ്പോ ഭഗവാനല്ലേ നടത്തുന്നത്, മഹാരാജാവല്ലേ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഈശ്വരോപാസനയാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോ ഇത്രയൊക്കെ കൃഷികാര്യങ്ങളൊക്കെ ഇതാ ഉണ്ടായത്. നല്ല വിളവൊക്കെ കിട്ടാൻ കാരണം എന്താണ്? രാജാവിന്റെ ഉപാസനയാണ്. അതുകൊണ്ട് എന്ത് വേണം? മഹാരാജാവ് നടത്തുന്ന യാഗത്തിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കണം എന്നുള്ള രീതിയിൽ സർവരസ നദ്യ, നദി ഒഴുകി വരുന്നത് പോലെ പാത്രത്തിലെ പച്ചക്കറി സാധനങ്ങളൊക്കെ പാടെടുത്ത് ആൾക്കാർ തലയിൽ വെച്ചിട്ട് ഈ നദി ഒഴുകി വരുന്നത് പോലെയാണ് പച്ചക്കറിയൊക്കെ കൊണ്ടങ്ങനെ കൂട്ടിയിടുക. അത്ര അനവധി സാധനങ്ങൾ. അപ്പൊ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതാ ഭക്ഷണമൊക്കെ ഇതാ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു യാഗം കഴിഞ്ഞു നോക്കിയപ്പോ അതാ പച്ചക്കറിയൊക്കെ കുറെ ബാക്കി, അരി സാധനങ്ങളൊക്കെ കുറെ ബാക്കി. അപ്പൊ മഹാരാജാവ് വിചാരിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു യാഗം കൂടി നടത്തുക. അങ്ങനെ ഒന്നും കൂടി നടത്തി. അപ്പോഴും അതെ കുറെ സാധനങ്ങൾ ബാക്കി. അപ്പൊ ഒരു യാഗം കൂടി നടത്തി. അങ്ങനെ 99 യാഗം നടത്തി. ഇത്ര ആലോചിച്ച് നോക്കൂ, ഒരു യാഗം തന്നെ നടത്തണ വെച്ചാൽ എത്ര പ്രയാസമുണ്ട്. ഇപ്പൊ 99 യാഗം നടത്തി. 100ാമത്തെ യാഗം നടത്താൻ പുറപ്പെട്ടപ്പോ 100 യാഗം കഴിഞ്ഞ ആളെയാണ് എന്ത് പറയാ? ശതക്രതു പറയും. ഇവിടെ ക്രതു എന്ന് പറഞ്ഞാൽ യാഗം, ശതം എന്ന് പറഞ്ഞാൽ 100, ശതക്രതു എന്ന് പറഞ്ഞാൽ 100 യാഗം നടത്തിയ ആള്. 100 യാഗം നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ദ്ര പദവിയിൽ ഇരിക്കാനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാം. അതാർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലെ. അവനവൻ ഇരിക്കുന്ന സ്ഥാനത്ത് വേറൊരാൾ കയറി ഇരിക്കും. നമുക്ക് തന്നെ അറിയാലോ. നമ്മളേതാ സപ്താഹ മണ്ഡപത്തിൽ ഇരിക്കുന്ന ഒരു കസാലുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി വന്നപ്പോഴേക്ക് വേറൊരാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ദേഷ്യാന്നാ വിചാരിച്ചത്? ഞാനിരിക്കണ കസാല അല്ലെ. അപ്പൊ ഈ ഇന്ദ്രന് താനിരിക്കുന്ന ആ കസാലയുടെ പോളയ്ക്ക് വേറൊരാൾ കയറി വരേണ്ടെന്ന് മനസ്സിലാക്കി ഇന്ദ്രന് വല്ലാത്ത ദേഷ്യം വന്നു. ഇന്ദ്രൻ എങ്ങനെയെങ്കിലും ഈ 100ാമത്തെ യാഗം നിർത്തണം എന്ന് ഇതാ തീരുമാനിച്ചു. അതിനെ ഇല്ലാതാക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അങ്ങനെ യാഗത്തിന് ഒരു കുതിര ഉണ്ടായിരിക്കും, യാഗാശ്വം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ യാഗം തുടങ്ങുന്നതിന്റെ മുന്നേ ഈ കുതിരയെ അഴിച്ചു വിടും എന്നാ പറയാ. എന്നിട്ടോ ആ കുതിര ഏതൊക്കെ രാജ്യത്താണോ പോണത് ആ രാജ്യത്തുള്ള രാജാക്കന്മാരുടെ അടുത്തു നിന്നൊക്കെ കപ്പം വാങ്ങണം. കപ്പം വാങ്ങുക എന്ന് പറഞ്ഞാലോ ഞങ്ങള് ഈ യാഗം നടത്തുന്നതിൽ ഞങ്ങൾ ഇതാ സഹകരിക്കാം, അതാണ് അർത്ഥം അല്ലെ. ഇനി അഥവാ കപ്പം തന്നില്ലെങ്കിലോ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. തോൽപ്പിച്ചു കഴിഞ്ഞാലേ യാഗം ചെയ്യാൻ പാടുള്ളൂ. എന്താ കാരണം? യാഗം നടത്തുന്ന സമയത്ത് ദീക്ഷകളൊക്കെ ഉണ്ട്. മഹാരാജാവ് കയ്യില് ചില ധാന്യങ്ങളൊക്കെ കയ്യിൽ വെച്ച് മുളപ്പിക്കണം എന്ന് പറയും അല്ലേ. അതിന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, ഒരു കാര്യത്തിനും പറ്റില്ല. അവിടെ ഇരിക്കണവർത്തി ഇരിക്കന്നെ വേണം. ഭക്ഷണമൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുവന്ന് വായയിലേക്ക് തരിക ചെയ്യുക. അപ്പോൾ വായ കഴുകിയിട്ട് തുപ്പണം എന്ന് വെച്ചാൽ അതിനുള്ള പാത്രം വേറെ ഉണ്ടായിരിക്കും. അങ്ങനെ യാഗത്തിന് ദീക്ഷ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് യുദ്ധം ചെയ്യാൻ പോകാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അപ്പൊ എന്ത് വേണം? ശത്രുക്കളെയൊക്കെ ആദ്യയെ നിലയ്ക്കിതാ നിർത്തി അംഗീകരിക്കുക. അതിനാണ് ഈ ആകാശം. ഈ ആകാശത്തിന് വേഷം മാറി വന്ന ഇന്ദ്രൻ കട്ടുകൊണ്ടുപോയി അശ്വത്തിനെ കാണുന്നില്ല വെച്ചാലോ പ്രയാസമായില്ലേ, അതിനെ കൊണ്ട് കെട്ടിയിടണം. യാഗാശ്വത്തിനെ കെട്ടിയിടുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് 99 യാഗം കഴിഞ്ഞു. 100ാമത്തെ യാഗം നടത്താനായിട്ട് പുറപ്പെട്ടപ്പോ അവിടെ
ഇന്ദ്രൻ ആണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലായി. യാഗം നടത്തുന്ന മഹാരാജാവ് പറഞ്ഞു, ഞാനിതാ ഇപ്പോ ആ ഇന്ദ്രനെ ഈ സുർവത്തിലേക്ക് ആവാഹിക്കുന്നു പറഞ്ഞു. സുർവം കണ്ടല്ലേ ഈ യാഗമൊക്കെ നടത്തുന്ന സമയത്തിൽ, ഈ ഹോമൊക്കെ നടത്തുമ്പോൾ ഈ സ്വർവത്തിലേക്ക് നെയ്യിനോട് കൂടിയിട്ട് ഇന്ദ്രനെ എന്താ ഞാൻ ആവാഹിക്കുന്നു പറഞ്ഞപ്പോ ഇന്ദ്രൻ എന്ത് ചെയ്ത് അറിയോ? ബ്രഹ്മാവ് ഇരിക്കണ കസാലേന്റെ കാല് പോയിട്ട് പിടിച്ചു അത്രേ. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് താഴത്തേക്ക് വീഴുമ്പോ അങ്ങും കൂടി വീഴും കേട്ടോ, ആലോചിച്ചോളൂ പറഞ്ഞു. അല്ലെ, കാല് പിടിച്ച അങ്ങനെയാണല്ലോ, കാല് വരഞ്ഞ ആൾക്കാരുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാ. അങ്ങനെ ആ ഇന്ദ്രൻ മുന്നിലേതാ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ സദസ്സിലേക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു ഭഗവാനെ. അതിഗംഭീരമായിട്ടുള്ള പൃഥുമഹാരാജാവിന്റെ സ്തുതി, ധാരാളം ശ്ലോകങ്ങളെ കൊണ്ടാണ് പൃഥുമഹാരാജാവ് ഇതാ സ്തുതിക്കുന്നത്. എനിക്ക് പലതരത്തിലുള്ള വരങ്ങള് ഭഗവാനെ അങ്ങതാ നൽകണേ. വരാൻ വിഭോ ത്വരദേശയൽപാദസേവാഭിരുചിസ്തപസ്സിനാം അശേഷജന്മോപതിതം മലം ധിയാം സദ്യക്ഷിണോത്വന്വഹമേധീ സധീ സതീ യഥാ പദാങ്കുഷ്ടവിനിസൃതാസരിൽ യൽപാദസേവാഭിരുചിസ്തപസ്സിനാം. ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന സമയത്താണോ അശേഷജന്മോപചിതം മലം ധിയാ, അശേഷജന്മോപചിതം പൂർവജന്മങ്ങളിൽ ചെയ്തതായിരിക്കുന്ന പാപകർമ്മങ്ങള്, ഈ ജന്മത്തിലെ ദുരിതത്തിന് കാരണമായിരിക്കുന്ന പാപകർമ്മങ്ങൾ ഇല്ലാതായിട്ട് തീരണത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദാങ്കുഷ്ടവിനിസൃതാസരിൽ, ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാണിതാ വേണ്ടത് എന്ന് സനകാദി മഹർഷീശ്വരന്മാര് തന്നെ ആ സദസ്സിലേക്ക് ഇതാ എത്തിച്ചേർന്ന് മഹാരാജാവിനോടും മഹാരാജാവിന്റെ കൂട്ടത്തിന്റെ സത്രത്തിലിരിക്കുന്ന ആളുകൾക്കും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിരിക്കുന്ന പ്രഭാഷണം ഇതാ നടത്തണം. ഗംഗാ യമുന നദികളുടെ ഇടയിൽ വെച്ചിട്ടാണ് സത്രം നടത്തുന്നത്. അവിടേക്ക് എത്തിച്ചേർന്ന സനകാദികളോട് പൃഥുമഹാരാജാവ് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അപ്പൊ മഹാരാജാവിന് തോന്നി, അതിപ്പോ സനകാദികളോട് ചോദിക്കാൻ പാടുണ്ടോ? എല്ലാ സമയത്തും ഈശ്വരനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ദുഃഖം ഉണ്ടാവോ? ദുഃഖം ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ദുഃഖമില്ലാത്ത ഒരാളോട് സുഖമാണോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എപ്പോഴും സുഖമാണോ? ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോയതാ കേട്ടോ, അറിയാതെ ചോദിച്ചു പോയതാ. നിങ്ങൾ എപ്പോഴും ഭഗവാൻ ഉപാസിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായി, എന്താ ക്ഷേമക്കേരാഞ്ജസാഭവിൽ, എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ക്ഷേമം ഉണ്ടാവുക, എന്നു നിലനിൽക്കുന്നതായ ആനന്ദം എങ്ങനെയാണത് ഉണ്ടാവുക? അപ്പോഴാണ് ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളുടെ മഹാത്മ്യത്തിനെ ഇതാ വർണ്ണിക്കുന്നത്. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്ന സമയത്ത് എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ടതാ തീരണു. അങ്ങനെ ഗുഡാലയനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംരണുതേനു സമ്പദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദനസ്വാനുചരശ്ച മഹ്യം. നല്ല രീതിയിൽ ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് പുറപ്പെടുമ്പോ സാക്ഷാൽ ഭഗവാൻ അവരിലതാ അനുഗ്രഹിക്കണം. എന്താ വരം വേണ്ടത് ചോദിക്കുമ്പോ പൃഥുമഹാരാജാവ് പറഞ്ഞു, എനിക്ക് 1000 ചെവികളെ തരണേ ഭഗവാനെ, 10,000 ചെവികളെ തരണേ പറഞ്ഞു അത്രേ. എന്താ പറയാൻ കാരണം ചോദിച്ചാൽ, അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, ആരാണ്? സഹസ്രാക്ഷൻ എന്നൊരു പേരുണ്ട് ഇന്ദ്രന്. ഇന്ദ്രന് 1000 കണ്ണാണുള്ളത്. ഇയാൾക്ക് 1000 കണ്ണ് എന്നല്ല, 2 കണ്ണുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, കാണേണ്ടതൊന്നും കാണുന്നില്ല. അപ്പൊ എനിക്കൊരു 1000 ചെവി തരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്തിൽ നിറച്ച് ചെവി എന്നാണോ? അതല്ല. എവിടെയൊക്കെ ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ടോ അവിടെയൊക്കെ ഇരുന്ന് ആ ഈശ്വര കാര്യങ്ങളെ എനിക്കിതാ കേൾക്കാനായിട്ട് ഇതാ സാധിക്കണേ എന്നുള്ള വരം പൃഥുമഹാരാജാവ് ഇതാ വാങ്ങണു. അങ്ങനെ അവസാന കാലത്ത് പൃഥുമഹാരാജാവ് തന്റെ ഭാര്യയായ അർച്ചിസിനോട് കൂടി നേരെ ഇവിടെ നിന്ന് ഭഗവാന്റെ ലോകത്തിലേക്ക് ഇതാ യാത്രയായി. ആരാണോ ഈ പൃഥുമഹാരാജാവിന്റെ ചരിത്രത്തിനെ കേൾക്കണത്? അനുദിനമിതമാദരേണ ശൃണ്ണൻ പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഘം ഭഗവതി ഭവസിന്ധുപോദപാദേ സച നിപുണാം ലഭതേരതിം മനുഷ്യ അനുദിനം ഇതം ആദരേണ ശൃണ്ണൻ. വളരെ വിനയ മനോഭാവത്തോടു കൂടിയിട്ട് പൃഥുമഹാരാജാവിന്റെ ചരിത്രത്തിനെ വേണ്ട രീതിയിൽ കേൾക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ സച നിപുണാം, അവർക്ക് നല്ലതായിരിക്കുന്ന ബുദ്ധിയെ ഭഗവാനത പ്രദാനം ചെയ്യുന്നു. എങ്ങനെ? മനുഷ്യനായിട്ട് തീരാൻ സാധിക്കുന്നു അവർക്ക്.
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? എന്തിനാ മനുഷ്യൻ എന്ന് പറയാ? നമ്മളൊക്കെ മനുവിന്റെ വംശത്തില് ജനിച്ച ആൾക്കാരാണ്, സ്വയംഭുവ മനുവിന്റെ അല്ലേ. നമ്മളെ അച്ഛന്റെ പേര് നമുക്കറിയാം, അച്ഛന്റെ പേരറിയാം, അച്ഛന്റെ പേരറിയാം അല്ലേ. അങ്ങനെ ഒരു ചിന്തിച്ചു പോയാൽ എവിടെ എത്തും? സ്വയംഭുവ മനുവിൽ നിന്നാണ് നമ്മളൊക്കെ അതാ എത്തിച്ചേർന്നത്. അതെ, ഈശ്വരോപാസനയാണ് ഇതാ വേണ്ടത് എന്ന് ആ പൃഥുമഹാരാജാവിന്റെ ചരിത്രത്തിലൂടെ വർണ്ണിച്ചു. പൃഥുമഹാരാജാവിന്റെ വംശത്തിലാണ് ബരിഹിഷത്ത് എന്ന് പേരായിട്ട് ഒരു മഹാരാജാവ്. അദ്ദേഹം വിവാഹം കഴിച്ചത് ശതദ്രുതി എന്ന പേരായിട്ട് സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ ശതദ്രുതിക്ക് നല്ല സൗന്ദര്യം. എത്രത്തോളം സൗന്ദര്യം ഉണ്ട് ചോദിച്ചാൽ എങ്ങനെയാ ഈ സൗന്ദര്യമൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാനായിട്ട് പറ്റും? ഇത് എങ്ങനെയാന്ന് ഒരാളോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? അപ്പൊ എത്ര സൗന്ദര്യം ഉണ്ട് ചോദിച്ചാൽ, സാധാരണക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട അത്ഭുതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, പുരുഷന്മാരുടെ സൗന്ദര്യം കണ്ട സ്ത്രീകൾക്ക് എന്താ വേണ്ടത് ശല്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, അതൊക്കെ കണ്ടുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട്, രാജകുമാരിയുടെ സൗന്ദര്യം കണ്ട് അഗ്നിക്ക് പോലും അത്ഭുതമായി. ഇത്ര അഗ്നിദേവന് അത്ഭുതമാവണച്ചുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പൊ അഗ്നിദേവൻ തന്നെ ഒരു തത്തയുടെ സ്വരൂപം സ്വീകരിച്ച് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇതായെത്തി. അത്ര സൗന്ദര്യം ഉണ്ടായ ശതദ്രുതിക്ക്. അങ്ങനെ ശതദ്രുതിയെയാണ് ബർഹിഷത്തെ കല്യാണം കഴിച്ചത്. അതിൽ ഒരുമിച്ച് 10 ആൺകുട്ടികളുണ്ടായി. ആ 10 ആൺകുട്ടികൾക്ക് ഒന്നിച്ചാണ് പേരിട്ടത്. അവരാണ് പ്രാചീന ബർഹിസിന്റെ കുട്ടികള്, പ്രചേതസ്സുകള് എന്നിത് അറിയപ്പെടുക. പ്രചേതസോ നാമ സുചേതസുത. അവരെങ്ങനെയുള്ളവരാണ്? സുചേതസ്സുകളായിരുന്നു അത്രേ. സുചേതസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ഹൃദയമുള്ള ആൾക്കാര്, നല്ല മനസ്സുള്ള ആൾക്കാര് അല്ലേ. മനസ്സാണ് നന്നാവേണ്ടത് പറയും. അപ്പൊ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്തെ സൗന്ദര്യമല്ല, ഉള്ളിലുള്ളതായിരിക്കുന്ന സൗന്ദര്യത്തിനെയാണ് ഇതാ പറഞ്ഞത്. ആ ഉള്ളിലുള്ള സൗന്ദര്യം പ്രചേതസ്സുകള് 10 പേര്. എന്തായാലും ഒരുമിച്ച് ഒരു പേരെ അട്ടത്. അവർക്കും ഇനി 10 പേരെ അട്ടിയിരുന്ന് വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുക. ആ പേരും പഠിക്കണം നമ്മള്. ഇവിടെ പ്രചേതസ്സുകളെ 10 പേര്, അതും ഒരുമിച്ച് 2 കുട്ടികളൊക്കെ ഉണ്ടായ അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരുമിച്ച് 2 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുക? ടിൻസ് പറയും. ഇവിടെ ഒരുമിച്ച് 2 കുട്ടികളല്ല, പിന്നെ 10 കുട്ടികളാണ്. പിന്നെ ടിൻസ് എന്ന് പറയാൻ പറ്റില്ല, വെച്ചാൽ ടെൻസ് എന്ന് പറയാം. 10 കുട്ടികളെ ഒരുമിച്ച്. അതോ എന്തൊരു സൗന്ദര്യ കുട്ടികൾക്ക് ഇതാ വിചാരിച്ചത്. എങ്ങനെയാ സൗന്ദര്യം ഉണ്ടാവാതിരിക്കുക? അച്ഛന് നല്ല സൗന്ദര്യം, അമ്മയ്ക്ക് അതിലേറെ സൗന്ദര്യം. അപ്പൊ കുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടാവില്ലേ? അതോ നല്ല തടിച്ച് 1-ാം തരം കുട്ടികള്. ആരും കണ്ടാവൊന്ന് നോക്കൂ അത്രേ കുട്ടികളെ. ആ കുട്ടികളങ്ങനെ വളർന്ന് ഇതാ വന്നു. അവരെവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും ആൾക്കാർ വർത്തമാനം പറയും. എങ്ങനെയാ വർത്തമാനം പറയാതിരിക്കുക? നമ്മളച്ചാ വർത്തമാനം പറയില്ലേ? ഒരേപോലത്തെ 2 കുട്ടികളെ കണ്ടാൽ തന്നെ സംസാരിക്കും. ഒരേപോലത്തെ 10 കുട്ടികള്. അപ്പൊ അവർക്ക് തോന്നി ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണോ ജീവിതം? ഈശ്വരനെ ഉപാസിക്കാനല്ലേ? അവരൊന്നും മിണ്ടാതെ അവിടെ എന്താ എഴുന്നേറ്റ് നടന്ന് എരിക്കുടിക്കാ അവര് പോയതെന്നറിയില്ല. അവരങ്ങനെ നടന്ന മംഗലാപുരത്തെത്തി. മംഗലാപുരത്ത് നിന്ന് പിന്നെയും നടന്ന് കോഴിക്കോട്ടെത്തി. ഇത്രേ അവര്. കോഴിക്കോട് കൂടെ പിന്നെ ഇങ്ങനെ നടന്ന് കൊങ്കൺ വഴിയാ വരുന്നതെന്നാ തോന്നണത്. അങ്ങനെ നടന്ന് അവര് എവിടെ എത്തി? കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ കുറച്ചും കൂടി എങ്ങനെ നടന്ന് അപ്പോഴാണ് അവര് വലിയതായ ഒരു സരസ് കണ്ടത് അത്രേ. ആ സരസിന്റെ തീരത്തെത്തിയപ്പോ സരസിൽ എത്രയാ താമരപ്പൂക്കൾ വിടർന്നു വന്നത് എന്നറിയില്ല. സമുദ്രമുപവിസ്തീർണം അപശ്യൽ സുമഹൽസരഹ. വലിയതായിരിക്കുന്ന ആ സരസ്, സമുദ്രം പോലെ വിസ്തീർണമായ വലിയതായ ആ സരസില് ധാരാളം കുളക്കോടിയൊക്കെ അതാ നടക്കുന്നുണ്ട്. ആമ്പൽപ്പൂവൊക്കെ അതാ വിരിഞ്ഞിരിക്കുന്നുണ്ട്. കുറെ വണ്ടുകളൊക്കെ പൂക്കളുടെ 4 ഭാഗത്തും ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇതാ നടക്കുന്നുണ്ട്. ഈ 10 കുട്ടികളും ഈ സരസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരത്തുനിന്ന് ഒരു പാട്ട് കേട്ടത് അത്രേ. തത്ര ഗാന്ധർവമാകരണ്യ. പാട്ട് കേട്ട സമയത്ത് ആ കുട്ടികൾ ആ പാട്ട് എവിടുന്നാ വരുന്നത് എന്നുള്ള രീതിയിൽ 10 കുട്ടികളും കൂടി ആ പാട്ട് വരുന്ന ആ ദിക്കിലേക്ക് എങ്ങനെ ഇതാ ശ്രദ്ധിച്ചപ്പോ ഒരാള് മാത്രമല്ല പാട്ട് പാടുന്നത്, കുറെ ആൾക്കാരുണ്ട്. ഒരു സംഘം ആൾക്കാരാത്രേ. ഒരു പാട്ട് പാട് മാത്രമല്ല, പാട്ട് പാടുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിലുള്ള വാദ്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തെന്നില്ലാത്ത സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടിയിട്ട് പാട്ട് പാടി വരുന്ന ആ സംഘം തന്റെ അടുത്തേക്കാണല്ലോ വരുന്നത് എന്നുള്ള രീതിയിൽ 10 കുട്ടികൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിന് നേരെ മുന്നിൽ ഒരാളുണ്ട് അത്രേ. അയാളൊന്ന് നന്നായിട്ട് ഇതാ നോക്കി. എങ്ങനെയാ അദ്ദേഹം അവിടെ നിൽക്കുന്നത്? ആടുംബം വസ്തിജാലും. കഴുത്തിലേക്ക് നോക്കിയ സമയത്ത് ധാരാളം സർപ്പങ്ങള്
മാത്രമല്ല അസ്ഥി കൊണ്ടുള്ള വലിയ മാലയൊക്കെ അത് അണിഞ്ഞിട്ടുണ്ട്. 2 കണ്ണല്ല 3 കണ്ണായാക്ക്. പോരാത്തതിന് ജടാമകുടം വേറെ, ആനയുടെ തോലൊക്കെ അതാ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അസ്ഥികളെ കൊണ്ടുള്ള മാലയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് രൂപിച്ചാലും എന്തൊരു സ്നേഹം അറിയില്ല അത്ര. അദ്ദേഹം നേരെ മുന്നിൽ വന്ന് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ പ്രജേതസ്സുകളുടെ കുട്ടികളല്ലേ? അച്ഛനെ അസലായിട്ട് അറിയുന്ന ആളാ തോന്നുന്നുണ്ട് കേട്ടോ. ഞാനാരാ നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. ഞാന് മമ്മിയൂരപ്പനാ പറഞ്ഞു. പണ്ട് ഈ ഗുരുവായൂർ അമ്പലത്തില് ഞാനായിരുന്നു ഇതാ നിന്നിരുന്നത്. പിന്നെ ഗുരുവായൂരപ്പൻ വന്നപ്പോ അദ്ദേഹം ഇവിടെ ഇരുന്നോട്ടെ വിചാരിച്ച് ഞാൻ കുറച്ചും കൂടി അപ്പുറത്ത് മമ്മിയൂരിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10 സെന്റ് സ്ഥലമൊക്കെ ഇപ്പൊ പരിപാടിയൊക്കെ അവിടെ. എന്നാൽ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന ആൾക്കാരൊക്കെ എന്തായാലും എന്നെ കണ്ടിട്ടേ പോവുള്ളൂ. എന്നാ ചില ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല, എന്താ ചെയ്യാൻ? അവരെന്നാലും അത് ആ ഭഗവതിന്റെ അടുത്തുനിന്ന് കൈകൊണ്ടൊന്ന് കാണിക്കും. സമയമില്ലായിട്ട് കേട്ടോ ഭഗവാന്, കാറ് കാത്തിക്ക അവിടെ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ കൈകൊണ്ട് കാണിച്ചിട്ട് എന്നാലും ഇഞ്ഞൊന്ന് അംഗീകരിച്ചിട്ടേ ഈ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരൊക്കെ പോവതാ പതിവുള്ളൂ. നിങ്ങൾക്കറിയോ ഈ ഗുരുവായൂരപ്പനെ ഉപാസിക്കാനുള്ള മന്ത്രം? ഇല്ലാച്ച ഞാനിതാ പറഞ്ഞു തരാന്ന് പറഞ്ഞ് സാക്ഷാൽ മഹാദേവൻ ഒരു വലിയതായ മന്ത്രം, യോഗാദേശം എന്ന് പേരായിരിക്കുന്ന മന്ത്രത്തിനെ ഈ 10 കുട്ടികൾക്കും ഇതാ പറഞ്ഞു കൊടുത്തു. രുദ്രൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇതിന് രുദ്രഗീതം എന്നുള്ള പേരും കൂടി ഇതാണ്ടായി. ആ രുദ്രഗീതം 10 കുട്ടികളും കൂടി അങ്ങനെ ജപിച്ച് ഇപ്പോ സരസിന്റെ തീരത്തങ്ങനെ നിന്ന് 10 കുട്ടികളും കൂടി വെള്ളത്തിലേക്ക് എടുത്തതാ ചാടി. അഥാനഖാഘ്രേ തവ കീർത്തിതീർത്ഥയോരന്തർബഹി സ്നാനവിധൂത പാത്മന. അന്തർബഹി സ്നാനവിധൂത പാത്മന. എങ്ങനെ അല്ലേ? അമ്പലമൊക്കെ ഉണ്ട് വെച്ചാൽ അമ്പലത്തിന് മുന്നില് നല്ലൊരു ജലാശയം ഉണ്ടാവും എന്ന് പറയും അല്ലെ. ആ ജലാശയം, ഒരു സ്ഥലത്തെ ജലാശയം കണ്ടാൽ മനസ്സിലാക്കാന്ന് പറയും. എങ്ങനെ? അവിടെയുള്ള ആ ആളുകളുടെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെയാ മഹാത്മാക്കൾ അറിയുക? ആ സ്ഥലത്തെ ജലാശയം നോക്കിയാൽ മതി പറയും. ജലാശയം നല്ലതാണോ? എന്താ മനസ്സിലാക്കണം? നല്ല ആൾക്കാരാട്ടോ അവിടെ, നല്ല ആൾക്കാരാ. കണ്ടില്ലേ എത്ര നല്ല വെള്ളം അവിടെ ഉള്ളത് അല്ലെ? അതേപോലെ നല്ല മനസ്സുള്ളതായിരിക്കുന്ന ആൾക്കാരാണ് ആ സ്ഥലത്ത് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അന്തർബഹിസ്നാന വിധൂത ആത്മന. എന്താ ഗുരുവായൂർ അമ്പലക്കുളത്തിന്റെ പ്രത്യേകത? ആ അമ്പലക്കുളത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ പോയിട്ട് കുളിക്കൂത്രേ. ശ്രീകോവിലുള്ളിൽ എന്തൊരു ചൂടാന്നാ വിചാരിച്ചത്. അതിൻ്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. ഭഗവാൻ വല്ലാതെ അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ഭഗവാൻ എന്ന് പറയും, മേശാന്തി ഞാൻ ഒന്ന് കുളിച്ച് വരാട്ടോ, ഇപ്പൊ വരാട്ടോ പറഞ്ഞു ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കുളിക്കുന്നതായിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ എന്ത് വേണം? ആദ്യം തന്നെ കാലുകൊണ്ട് വെള്ളം തൊടാൻ പാടില്ല എന്ന് പറയും. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ വെള്ളത്തിൽ കിടന്നുമ്പോ അടുത്തേക്ക് ഒറ്റ തട്ട അല്ലെ, അങ്ങനെ പാടില്ല. അമ്പലത്തിലെ കുളത്തിലാണോ, അമ്പലക്കുളാണോ? ഇത് ഭഗവാൻ കുളിക്കുന്ന സ്ഥലമാണ്, ഭഗവത് ഭക്തന്മാര് സജ്ജനങ്ങൾ സ്നാനം ചെയ്യുന്ന സ്ഥലമാണെന്നുള്ള ബോധത്തോടു കൂടി ആദ്യം കൈകൊണ്ട് കുറച്ച് വെള്ളമെടുത്ത് തന്റെ ശിരസിലേക്കാക്കുക, പിന്നെ പാദത്തിലേക്കാക്കുക അല്ലെ, എന്നിട്ട് അതിലേക്ക് ഇതാ ഇറങ്ങുക. ഇപ്പൊ ഈ 10 കുട്ടികളും കൂടി വെള്ളത്തിലേക്ക് ഇതാ ഇറങ്ങിയപ്പോ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ആറാടുന്ന സ്ഥലമായതുകൊണ്ട് ബഹിസ്നാനം, പുറമെങ്ങനെ ശുദ്ധായിട്ട് ഇതാ മാറിയത്രേ. പിന്നെയോ ഉള്ളിലേക്കോ സാക്ഷാൽ മഹാദേവൻ പറഞ്ഞതായ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ അവരങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട നിറഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ഗദാ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണെഴുതി ഗോപിക്കുടി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ സ്വർണത്തിന്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് ഇപ്പോ ഉള്ളിലും അതെ എന്തൊന്നില്ലാത്ത സന്തോഷം, പുറത്തും നല്ലതായിരിക്കുന്ന സന്തോഷം. ഇവര് സമയം പോണത് അറിയണില്ല അത്രേ. ഭഗവാന്റെ ആ രൂപത്തിനെ ധ്യാനിക്കുന്നത് കൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇവരെങ്ങനെ നാമം ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോ, രുദ്രഗീതം ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോ ശ്രീകൃഷ്ണ ഭഗവാന് പിന്നെ ആ ശ്രീകോവിൽ ഇരിക്കാൻ പറ്റില്ല. ഭഗവാൻ ഇങ്ങനെ ആരാ നാമം ജപിക്കണത്, ഞാൻ ഒന്ന് നോക്കി വരാട്ടോ മേശാന്തി എന്ന് പറഞ്ഞ് മെല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുന്ന് മെല്ലെ പുറത്തേക്ക് ഇതാ ഇറങ്ങും. ഭഗവാൻ ആലോചിക്കും, അല്ല ഇനിയിപ്പോ എപ്പോഴാ അവര് നിർത്തുക എന്നറിയില്ല കേട്ടോ. ഇപ്പൊ വല്ലാതെ വിശപ്പറ്റം വന്നാലോ മുന്നിക്ക് നോക്കുമ്പോ
അവിടെ വല്ല ശർക്കരേന്റെ കഷ്ണമോ കദളിപ്പഴോ ഒക്കെ നേദ്യം കഴിക്കാൻ എടുത്ത് വെച്ചാൽ ഉണ്ടെച്ചാൽ അതൊക്കെ പാടെ ഭഗവാൻ ഒന്ന് പൊങ്ങി അടുത്ത കൈ പിടിച്ച് ആരയിൽ വെക്കും. എന്നിട്ട് മെല്ലെ മെല്ലെ സോപാനൊക്കെ ഇതാ ഇറങ്ങി മുട്ടുകുത്തി ശ്രീകൃഷ്ണ ഭഗവാൻ. ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ അമ്പലമൊന്നും ആയിരുന്നില്ല പണ്ട്. വലിയ കാട്ടിന്റെ ഉള്ളിലായിരുന്നു അത്രേ ഗുരുവായൂരമ്പലം. കുറേ മരങ്ങളുണ്ടായിരുന്നു അവിടെ. ആ ജലാശയത്തിന്റെ അടുത്തുള്ള മരത്തിന്റെ പിന്നിലെങ്ങനെ പോയി ഭഗവാൻ എങ്ങനെ ഒളിഞ്ഞിരുന്ന് ഈ കുട്ടികളെ ജപിക്കണ മന്ത്രം ഇങ്ങനെ ശ്രദ്ധിക്കും. ഭഗവാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. എന്താണ്? ശബ്ദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പൊ കാലിന്റെ മോള് അണിഞ്ഞതായിരിക്കുന്ന പാദസരമൊക്കെ മുകളിലേക്കാക്കും, അരയിലുള്ളതായിരിക്കുന്ന കിങ്ങിനെയൊക്കെ അതാ മുകളിലേക്കാക്കി, കയ്യിലുള്ള ആവരണമൊക്കെ അതാ മുകളിലേക്കാക്കി. ശബ്ദം ഉണ്ടാവാതെ, ശബ്ദം കേട്ട് ചിലപ്പോ അവര് ജപിക്കണത് നിർത്തിയാലോ. ഈ ചില ആൾക്കാരെങ്ങനെയാ കൃഷ്ണനെ കാണുന്നത് വരെ മാത്രമേ ഉള്ളൂ എന്ത് ഭഗവാൻ ഉപാസിക്കലൊക്കെ അല്ലേ. കൃഷ്ണനെ അങ്ങനെ കണ്ട് ഭഗവാൻ എടുത്ത് എന്തെങ്കിലും കുറേശ്ശെ ഇങ്ങനെ കിട്ടി തുടങ്ങിയാൽ, കുറേശ്ശെ പൈസ ഇങ്ങനെ കിട്ടി തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് അഹങ്കാരം കൂടിയിട്ട് കയ്യില് പണം ഇങ്ങനെ വരേണ്ട സ്ഥലമൊക്കെ വാങ്ങി. അതല്ല പിന്നെ കുറെ വലിയ വീടൊക്കെ അതാണ്ടാക്കി AC മുറിയിൽ അങ്ങനെ ഇരിക്കുമ്പോ TV ഒക്കെ കണ്ടിങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയും പണ്ടൊക്കെ സപ്താഹത്തിന് ഞാൻ എത്ര വന്നിരുന്നതാ മുന്നിൽ. ഇപ്പോഴാച്ചാ കാല് വേദന, മേല് വേദന, വയ്യാട്ടോ ഇരിക്കല്ലേ. വയ്യായിട്ടൊന്നുമില്ല, അഹങ്കാര അല്ലേ. പണ്ടൊക്കെ ഞാൻ മുഴുവനും അവിടെ ഇരുന്ന് കേട്ടതാ അല്ലേ. ഇപ്പൊ തന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റർ ഓടണോ ഇവിടുന്ന് ഓടിപ്പോവുക അല്ലെ. ഈശ്വര കാര്യങ്ങൾ അങ്ങനെയല്ല. ഈശ്വര കാര്യത്തിന് ഇന്നുണ്ട് ജോലി, ഭഗവത് സ്മൃതി നാളെ ആവാം. ഈശ്വര കാര്യങ്ങളൊക്കെ നാളെ ആവാന്ന് വിചാരിച്ച് അവിടെ വന്നിരിക്കാൻ മാത്രം, അതിന് മാത്രമേ വയ്യായികളുള്ളൂ. വേറൊന്നിനും കാലുവേദന ഇല്ല, മുട്ടുവേദന ഇല്ല, മേലുവേദന ഇല്ല, ശരീരവേദന ഇല്ല. എത്ര വേദന വിളച്ചാലും എവിടെയും പോയി ഇരിക്കുക. പക്ഷെ അമ്പലത്തിലേക്ക് വരാൻ അപ്പോഴേക്ക് എന്തൊക്കെ വേദനകളാ അറിയില്ല അല്ലേ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും തന്നെ ഉപാസിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുമോ എന്ന് വിചാരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരാൾക്ക് പെട്ടെന്ന് പ്രത്യക്ഷമാവില്ല അത്രേ. ഭഗവാൻ ഇങ്ങനെ ആളുകളൊന്ന് പരീക്ഷിക്കും. ഒന്ന് നിന്ന് പരീക്ഷിച്ചിട്ടേ ശ്രീകൃഷ്ണ ഭഗവാനും സ്വർണ്ണപ്പണിക്കാരനും ഒരേപോലെയാന്നാ പറയുക. അതെ, സ്വർണ്ണപ്പണിക്കാരന്റെ പ്രത്യേകത എന്താ? അയാൾക്ക് കയ്യിൽ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ സ്വർണത്തിനെ നന്നായിട്ട് ചൂടാക്കും, എന്നിട്ട് അടിച്ചു പരത്തും അല്ലേ. എന്നിട്ട് പിന്നെയും ചൂടാക്കും, പിന്നെയും അടിക്കും. എപ്പോഴാണോ ഇതിന്റെ ഉള്ളിലുള്ള മലം ധിയാ ചീത്ത വസ്തുക്കളൊക്കെ ഇല്ലാതാവണത്, സ്വർണം യഥാഗ്രാവസു ഹേമകാര, ഹേമകാരൻ സ്വർണത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവനും പോയി എന്ന് ഉറപ്പാവുമ്പോൾ മാത്രമേ ആ സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കുള്ളൂ. ഇതേപോലെയാ ഭഗവാൻ ഒരാളെ നന്നായിട്ട് അങ്ങനെ പരീക്ഷിക്കും അത്രേ. പരീക്ഷിച്ച് എന്തൊക്കെ ദുഃഖങ്ങളാ കൃഷ്ണനെ അങ്ങോട്ട് ഉപാസിക്കാൻ പുറപ്പെടുമ്പോ അല്ലേ. ഒതുവേണ്ട ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ കണ്ടല്ലേ കാലുകുത്തി നിന്റെ അടുത്തേക്ക് വരണ്ട വിചാരിച്ചിട്ടല്ലേ കൃഷ്ണ. വെറുതെ വിചാരിക്കുക, നീ എന്ത് ദുഃഖം മേടിച്ചാലും തന്നോ, ഒരു കുഴപ്പമില്ലാട്ടോ ഭഗവാനെ, ഞാൻ എല്ലതും സഹിച്ച് നിന്നെ ഞാൻ കയ്യെ വിടില്ല കൃഷ്ണ. നീ നിന്റെ അടുത്തുനിന്ന് ഞാൻ ദൂരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ ഓരോ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ നീ ഇതാ എനിക്ക് തരുന്നത്. എന്ത് പ്രയാസം വേണിച്ചാലും തന്നോ, ഞാനിതാ നിന്നെ വിട്ട് പുറത്തേക്ക് പോവില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ ആരാണോ എടുക്കുന്നത്, പിന്നെയും തന്റെ അടുത്ത് വന്നതാ ഉപാസിക്കുന്നത് ആരാണോ അവർക്കാണ് ഈ കൃഷ്ണന്റെ അടുത്തുനിന്ന് പരിപൂർണ അനുഗ്രഹം കിട്ടണത് എന്ന് പറയും അല്ലേ. അങ്ങനെ നല്ല പരീക്ഷയാണ് ഭഗവാനതാ കൊടുക്കുക. അങ്ങനെ ധ്രുവബൽ ന ശീഘ്രത, ധ്രുവകുമാരന്റെ മുന്നിലേക്ക് 6 മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ അടുത്തേക്ക് ഭഗവാൻ 10,000 കൊല്ലായിട്ടും മുന്നിലേക്ക് പോയില്ല. എത്രയൊക്കെ കാലമായിട്ടും കുട്ടികളുടെ മുന്നിലേക്ക് ഭഗവാൻ ഇതാ പോയില്ല. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പ്രത്യേകത ഉണ്ട്. ആരെങ്കിലും ഒരാൾ ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അവരെ മാത്രമല്ല ഭഗവാൻ അനുഗ്രഹിക്കുക, അവരെ അച്ഛനെ അനുഗ്രഹിക്കും, അവരെ അമ്മയെ അനുഗ്രഹിക്കും. അല്ലെ, അങ്ങനെ അവരുടെ ആ കുടുംബത്തോടു കൂടിയിട്ട് അനുഗ്രഹിക്കുന്ന കാരുണ്യവാരിധിയാണിത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് കാണിക്കുമാറ് ഈ വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന തപസ് ചെയ്യുന്ന കുട്ടികളുടെ അച്ഛനായിരിക്കുന്ന പ്രാചീന പരിഖ്യസിനെ അനുഗ്രഹിക്കാൻ നാരദ മഹർഷിയെ ഭഗവാൻ അടുത്തേക്ക് വിളിച്ചു വരുത്തി. നാരദ മഹർഷിയോട് പറഞ്ഞു, കർമ്മധനായിരിക്കുന്ന ഒരാളാ പ്രാചീന പരിഖ്യസ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ജ്ഞാനമൊക്കെ ഒന്ന് പോയി അങ്ങതാ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു. നാരദ മഹർഷി പ്രാചീന പരിഖ്യസിന്റെ അടുത്തെത്തിയപ്പോ അയാൾ ഒരു യാഗം കഴിഞ്ഞ് വേറൊരു യാഗം തുടങ്ങാൻ പുറപ്പെടുക. അപ്പൊ ചോദിച്ചു, അങ്ങ് എത്ര യാഗം ഇതാ നടത്തുന്നു?
എന്തിനാ അങ്ങനെ യാഗം നടത്തുന്നത്? പ്രാചീനപരിസ് പറഞ്ഞു, നാരദ മഹർഷി അങ്ങക്ക് അറിയില്ലേ, ഈ യാഗം പൂജ കർമ്മങ്ങൾ ഇതൊക്കെ നടത്തി കഴിഞ്ഞാലേ സ്വർഗത്തിൽ പോയി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. സ്വർഗകാമോയ ചെയ്ത സ്വർഗത്ത് പോണച്ചാൽ അതൊക്കെ വേണം. എന്നാലേ സ്വർഗത്ത് പോകുന്ന വഴിയൊന്ന് കാണിച്ചാൽ എന്നെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി പറഞ്ഞു. അപ്പോഴാണ് സ്വർഗത്തേക്ക് പോകുന്ന വഴിയിൽ താൻ യാഗത്തിൽ കൊന്നൊടുക്കിയതായ മൃഗങ്ങളൊക്കെ കൊമ്പും കുളമ്പും ഒക്കെ കാരിരുമ്പോണ്ട് കെട്ടി കാത്തിരിക്കുക. മഹാരാജാവ് ഈ വഴി പോകുമ്പോൾ കുത്തി കൊല്ലണം വിചാരിച്ച് കാത്തിരിക്കുക. മഹാരാജാവിനും വല്ലാത്ത വിഷമായി. എന്റെ ഭഗവാൻ ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴിയിലും കൂടി ഇങ്ങനെ കല്ലും മുള്ളും വച്ചാൽ പിന്നെ അവിടെ എത്തിയുള്ള സ്ഥിതി പറയാതിരിക്കുക ഭേദം. ഇപ്പൊ ചോദിച്ചു, എന്താ ഇതിനുള്ള കാരണം നാരദ മഹർഷി? എന്തിനാ കർമ്മം ചെയ്യണത്? ദുഃഖഹാനി സുഖാവാപ്പതി, ദുഃഖം ഇല്ലാതാവണം, സുഖം ഉണ്ടാവുകയും വേണം. ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കർമ്മം ചെയ്യണത്. എന്നാൽ ഇപ്പൊ എന്താ ഉണ്ടാവുന്നത്? പല പ്രയാസങ്ങളല്ലേ ദുഃഖങ്ങളല്ലേ എനിക്കിത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ, വിമലാം ജ്ഞാനം ബ്രൂഹിമേ വിമലം ജ്ഞാനം ഏന മുച്യേയ കർമ്മഭി, കർമ്മം ചെയ്യണ സമയത്ത് ദുഃഖമില്ലാത്ത ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ജ്ഞാനത്തിനെ, അറിവിനെ അങ്ങതാ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ നാരദ മഹർഷി പറഞ്ഞു, പ്രാചീന പരീക്ഷ അങ്ങയെ കാണുമ്പോൾ എനിക്ക് അങ്ങയെ പോലെ ഒരു മഹാരാജാവിന്റെ കഥയാണ് ഓർമ്മ വരുന്നത്. അങ്ങിങ്ങനെ കുറെ യാഗം നടത്തുന്ന ആളാണ് വെച്ചാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കഥയിലെ നായകൻ യാഗം നടത്തുന്നയാളല്ല, കുറെ കൊട്ടാരം ഉണ്ടാക്കി നടക്കുന്ന ആളാണ്. ഇത്രയായ ആള് കൊട്ടാരം ഉണ്ടാക്കുക അറിയില്ല. പക്ഷെ ആ കൊട്ടാരത്തിൽ അധിക കാലമൊന്നും താമസിക്കില്ല. അത് അടിച്ച് പൊട്ടിച്ച് വേറെ ഒരു കൊട്ടാരം ഉണ്ടാക്കി, ഇങ്ങനെ കുറെ കൊട്ടാരം ഉണ്ടാക്കി നടന്ന് ഹിമാലയ പർവ്വതത്തിന്റെ അടുത്തെത്തിയപ്പോ ഒരു പ്രത്യേക കൊട്ടാരം. ആ കൊട്ടാരോ 2 തൂണിന്റെ മുകളാണ് ആ കൊട്ടാരം. മഹാരാജാവിന് അത്ഭുതമായി, ഇങ്ങനെ ഒരു കൊട്ടാരോ ഭഗവാനെ, നല്ല രസമുണ്ടല്ലോ കാണാൻ. മഹാരാജാവ് ആ കൊട്ടാരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി. അതോ കയ്യിലണിച്ചാൽ ഒരു 5 തലയുള്ള ഒരു പാമ്പൂടി ഉണ്ട് അത്ര പെൺകുട്ടിയുടെ കയ്യിൽ. മഹാരാജാവിന് പെൺകുട്ടീനെ കണ്ടപ്പോൾ ഭർത്താവിനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഈ പാമ്പറ്റൊക്കെ അടിച്ചാലോ. ഫോൺ കൊടുക്കാൻ മറന്നുപോയി. ഫോൺ എടുത്തിരുന്നു വെച്ചാൽ നമ്പർ അറിഞ്ഞു വെച്ചാൽ പിന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ എന്തെങ്കിലും ചെയ്യരുത്. അടുത്തേക്ക് പോകാൻ വയ്യ, എന്താ ചെയ്യാ? അപ്പൊ ആ പെൺകുട്ടി ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ മനുഷ്യ അവിടെ ഇങ്ങനെ നിൽക്കണത്? ഈ കൊട്ടാരം ആരുടെയാ? ഇതെനിക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, കൊട്ടാരം എന്റേതാണ്, അങ്ങക്ക് വേണമെന്ന് വിളിച്ചാൽ കിട്ടും, എന്നെ കല്യാണം കഴിച്ചാൽ മതി പറഞ്ഞു അത്രേ. അതിന് ഇനി അങ്ങക്ക് സമ്മതമാണ്, ചക്കു സമ്മതാട്ടോ പറഞ്ഞു അത്രേ. എത്ര പെട്ടെന്ന് അറിയില്ല കൈ കൊടുത്തത്. അതിലെ 2 പേരോടും കൊട്ടാരത്തിന്റെ മുകളിലേക്ക് ഇതാ കയറി പതുപതുപ്പുള്ള വടിയിലൂടെയൊക്കെ അതാ നടന്നു പോയി. ഇങ്ങനെ ഒരു റോഡ് ഞാൻ ഇതുവരെ കണ്ടില്ല പറഞ്ഞു. കുറച്ചങ്ങോട്ട് എത്തിയ സമയത്ത് വലിയൊരു കുഴി. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാരാജാവ് ചാടാൻ പുറപ്പെട്ടു അത്രേ. ഇയാൾക്ക് എന്തൊരു പരിഭ്രമം അറിയില്ല. അപ്പൊ മഹാരാജ്ഞി പറഞ്ഞു, അങ്ങനെ വേണ്ട, ലിഫ്റ്റ് വരും എന്ന് പറഞ്ഞു. ലിഫ്റ്റിൽ കയറി 2 കൂടിയും 0 അമർത്തി. ആദ്യം താഴത്ത് പോയി അവിടെ നിൽക്കണ്ടാതെ തോന്നുന്നു. പിന്നെ 5 അമർത്തി. അപ്പൊ താമരപ്പൂവിനെ പോലെ മനോഹരമായിരിക്കുന്ന ഒരു മുറി. ഇത്രയും വലിയ കൊട്ടാരം, ഇങ്ങനെ ഒരു കൊട്ടാരം ഇതുവരെ ഞാൻ കണ്ടില്ല പറഞ്ഞു. അത് താമരപ്പൂവിനെ പോലെ മനോഹരമായിരിക്കുന്ന ആ മുറിയിൽ മഹാരാജാവും മഹാരാജ്ഞിയും കൂടി. മഹാരാജ്ഞി പറഞ്ഞു, മനുഷ്യ അത് മാത്രമൊന്നല്ല മുറി, എത്ര മുറി അവിടെ എന്നാ വിചാരിച്ചത്. ലിഫ്റ്റ് കയറാൻ പറഞ്ഞു. പിന്നെ ലിഫ്റ്റ് കയറി അങ്ങനെ കയറി നേരെ മുകളിലെത്തിയ സമയത്ത് ഒരു മുറിയിൽ പോയപ്പോ നല്ല പാട്ടൊക്കെ കേൾക്കണുണ്ട്. ഇപ്പൊ പറഞ്ഞത് എന്റെ മ്യൂസിക് റൂമാ പറഞ്ഞു. പാട്ട് കേൾക്കണം തോന്നുമ്പോ ഞാൻ ഇവിടെ അതാ വന്നിരിക്കുക പറഞ്ഞു. കുറച്ചുകൂടി അപ്പുറത്ത് പോയി നല്ല ചില്ലിട്ട ജനലൊക്കെ ഉള്ള ആ മുറിയിൽ പോയിരുന്നപ്പോ പുറത്തുള്ള കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ഞാൻ ഇവിടെ അതായിരിക്കുക. കുറച്ചും കൂടി അപ്പുറത്ത് പോയപ്പോ ഉദ്യാനത്തു നിന്നുള്ള സുഗന്ധമൊക്കെ അനുഭവിക്കുന്നതായ സ്ഥലത്ത് എത്തിച്ചേർന്നു. മഹാരാജാവിന് അത്ഭുതം, ഇങ്ങനെ ഒരു കൊട്ടാരം ഇതുവരെ ഞാൻ കണ്ടില്ല കേട്ടോ. ആരാ അതിന്റെ എഞ്ചിനീയർ ആരാ ചോദിച്ചു. ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ട് പറഞ്ഞു. അങ്ങനെ മഹാരാജാവ് മഹാരാജിയുടെ കയ്യും പിടിച്ച് പിന്നെയും താമരപ്പൂവിനെ പോലെ മനോഹരമായിരിക്കുന്ന ആ മുറിയിലിതാ വന്നിരുന്നു. അപ്പൊ മഹാരാജാവിന് ആകപ്പാടൊരൊറ്റ ആഗ്രഹമുള്ളൂ, എന്താണ്? തന്റെ ഭാര്യയ്ക്ക് സന്തോഷമാവണം. മഹാരാജാവ് ഭാര്യയോട് ചോദിച്ചു, അല്ല കല്യാണം കഴിച്ച് എത്രയൊക്കെ കാലയച്ചാലും ഞാൻ എന്റെ പേര് ഇതുവരെ ചോദിച്ചില്ല, എന്താന്ന് എന്റെ പേര് ചോദിച്ചു. ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലമായിട്ട് പേര് പറഞ്ഞില്ല വെച്ചാലോ. നിങ്ങളെ പേരെന്താ ചോദിച്ചു. അല്ല എന്റെ പേരെന്താ അത് പറയുക. നിങ്ങളെ പേരെന്താ മനുഷ്യ അത് പറയും. അല്ല എന്റെ പേര് പറഞ്ഞാൽ ഞാൻ പറയാ പറഞ്ഞു. അവസാനം മഹാരാജാവ് പറഞ്ഞു, എന്റെ പേരെന്താ അറിയോ? പുരഞ്ജനൻ എന്നാണ് പറഞ്ഞു അത്രയാ. അതെ, എന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? പുരഞ്ജനി എന്നാണ് പറഞ്ഞു. പേരിലും കൂടി നമ്മൾ എത്ര സാദൃശ്യം. കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്തൊരു സ്നേഹം അറിയില്ല അവർക്ക്.
അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ ഇപ്പൊ മഹാരാജാവിന് ആകപ്പാട് ഒറ്റ ആഗ്രഹമായിരുന്നു, തന്റെ ഭാര്യയ്ക്ക് സന്തോഷമാവണം. അത് ഒരു ദിവസം മഹാരാജാവ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, മനുഷ്യ നിങ്ങൾ വല്ലാതെ അങ്ങനെ തടിച്ച് വരേണ്ടത് പറഞ്ഞു. അതിനിപ്പോ തടിയൊക്കെ തടി കുറയ്ക്കാൻ എന്താ ചെയ്യാ ചോദിച്ചാൽ, കാണാറില്ല ആൾക്കാരൊക്കെ അങ്ങനെ രാവിലെ നേരത്തണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, അതേപോലെ ഓടിയാൽ മതി. അത് ഈ രാവിലെ നേരത്തണീറ്റ് ഓടുന്ന അതിനുള്ള പ്രത്യേക എല്ലാ ഡ്രസ്സൊക്കെ ഉണ്ട്, ഒക്കെ കൊടകര പോയിട്ട് വാങ്ങിക്കൊണ്ടു രണ്ടാളുകൂടി. എന്നിട്ട് രാവിലെ നേരത്തണീറ്റിട്ട് കുചിദ്ധാവതി ധാവന്ത്യം, ഭർത്താവിനോട് ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഭാര്യയ്ക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ച് രാവിലെ നേരത്തെ നീറ്റ് ഓടുതന്നെയാണ്. മാത്രമല്ല അവര് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരുമിച്ച് പുറത്തൊക്കെ നടക്കാനായിട്ട് പുറപ്പെടും. അല്ല നടന്ന് വല്ല ജ്യൂസ് കടയൊക്കെ കണ്ടാൽ ഭാര്യയും ഭർത്താവ് കൂടി ജ്യൂസ് കടയിൽ കയറും. എന്നിട്ട് ഭർത്താവ് ഭാര്യനോട് ചോദിക്കും, നിനക്ക് ഏത് ജ്യൂസ് കഴിക്കണം എന്ന് ആഗ്രഹം, നിങ്ങൾക്ക് എന്താ കഴിക്കണം എന്ന് ആഗ്രഹം, അല്ല നിനക്കെന്താ കഴിക്കണം എന്ന് ആഗ്രഹം. അവസാനം ഭാര്യ ഏത് ജ്യൂസ് കഴിക്കണം എന്നാണോ അതേ ഭർത്താവ് ഓർഡർ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായില്ല വെച്ചാലും. ഇനി ഹോട്ടലിൽ കയറി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ യാത്ര. അശ്നന്ത്യാം ക്വചിതസ്നാദി ഭക്ഷണം ഭർത്താവ് ഭാര്യ ഏത് കാര്യമാണോ ഓർഡർ ചെയ്ത് അതേ ഭർത്താവും പറയുള്ളൂ. ഇതിലെന്തൊരു സ്നേഹം അറിയൂ. ക്ലൈബ്യാൽ ക്രീഡാമൃഗോ യഥ, എന്തിനു പറയുന്നു, ഒരു ക്രീഡാമൃഗത്തിനെ പോലെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭാര്യ ഭർത്താവിന് അങ്ങനെ കൊണ്ടു നടന്നു. ക്രീഡാമൃഗം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, കുരങ്ങന്മാരെ കഴുത്തിൽ കയറിട്ട് ആൾക്കാർ കൊണ്ടുവരും വീട്ടിലേക്ക്. എന്നിട്ട് അങ്ങോട്ട് ചാടറാ കുഞ്ചിരാമ പറഞ്ഞാൽ കുരങ്ങൻ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടറാ കുഞ്ചിരാമ പറഞ്ഞാൽ കുരങ്ങൻ ഇങ്ങോട്ട് ചാടും. ഇതേപോലെ ഭാര്യ ചിലപ്പോൾ ഭർത്താവിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് ചിലപ്പം കയറിടാതെ, അത്രയും വ്യത്യാസമുള്ളൂ. എന്താണ് ഭാര്യ വരച്ച വരയിൽ അങ്ങനെ ഭർത്താവ് അങ്ങനെ നിന്നിട്ട് ചില ഭാര്യമാരുണ്ട് എന്റെ ഭഗവാനെ, പറയാതിരിക്കാട്ടോ വേദം. കല്യാണം കഴിഞ്ഞിട്ട് വെച്ചാലുള്ള സ്ഥിതി പറയാതിരിക്കുക വേദം. വരച്ച വരയിൽ അങ്ങനെ അതാ നിർത്തും ചില ആൾക്കാരല്ലേ. എന്നിട്ട് ഇതാ പറഞ്ഞത് വൈദ്യാൽ ക്രീഡാമൃഗോയഥ, ഒരു ക്രീഡാമൃഗത്തിനെ പോലെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഭർത്താവിനെ അതാ കൊണ്ട് നടന്നു തുടങ്ങി. എത്രയൊക്കെ സ്നേഹമാണ് ഭാര്യയോട് വെച്ചാലും. ഒരു ദിവസം രാത്രി 12:30 മണിക്ക് പുരഞ്ചേരി ഞെട്ടി ഉണർന്നു നോക്കി കിടക്കയിൽ നോക്കിയപ്പോ ഭർത്താവിനെ കാണുന്നില്ല. അങ്ങനെ എങ്ങോട്ടാ ഭഗവാനെ പോയത് എന്നോട് പറഞ്ഞു. അത് എങ്ങോട്ടും പോവാ പതിവില്ലല്ലോ. ദേഷ്യം വന്നു അത്രേ ഭാര്യയ്ക്ക്. ദേഷ്യമോ സങ്കടോ കരയാനായിട്ട് പുറപ്പെട്ടത്. മുകളിലെ മുറി പോയി നോക്കി ഭർത്താവിനെ കാണുന്നില്ല, അപ്പുറത്തെ മുറി പോയി നോക്കി ഭർത്താവിനെ കാണുന്നില്ല, അപ്പുറത്തെ മുറി പോയി നോക്കി ഭർത്താവിനെ കാണുന്നില്ല, പൂജാമുറി പോയി നോക്കി. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇത്ര രാത്രി 12:30 പൂജാമുറി പോയിരിക്കുക. അവിടെ പോയി നോക്കി അവിടെയും ഭർത്താവിനെ ഇതാ കാണുന്നില്ല. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ദേഷ്യം വന്നാൽ താമസിക്കാൻ പ്രത്യേകമായിട്ടൊരു മുറിയുണ്ട്. നമ്മളും അതെ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ ഏത് മുറി ഉണ്ടാക്കിയില്ല വെച്ചാലും കുഴപ്പമില്ല. ദേഷ്യം വന്നാൽ താമസിക്കാൻ ഒരു പ്രത്യേക മുറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ഉറുപ്പ്യ ലാഭം എന്നാ വിചാരിച്ചത്. മണ്ണുകൊണ്ടുള്ള കുറെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ഒലക്കി വാങ്ങി വയ്ക്കുക അവിടെ. എന്നിട്ട് ആ മുറിക്ക് അങ്ങോട്ട് കയറി അടിച്ചങ്ങോട്ട് പൊട്ടിക്കന്നെ അല്ലേ. അതിന് ക്രോധാകാരം എന്നാ പറയാ, ദേഷ്യമുറി. ഈ പുരഞ്ചേരി ദേഷ്യമുറിയിൽ കയറിപ്പോയി അവിടെ ഇരുന്ന വസ്ത്രം വിലീനം മലിനം വിഹരീഷം, തന്റെ തലമുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ട്, വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുത്തിട്ട് മഹാരാജാവ് നായാട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ബെഡ്റൂമിൽ പോയി നോക്കിയപ്പോൾ ഭാര്യനെ കാണുന്നില്ല. അപ്പുറത്തെ മുറി പോയി നോക്കി ഭാര്യനെ കാണുന്നില്ല, അതിന്റെ അപ്പുറത്തെ മുറി പോയി നോക്കി ഭാര്യനെ കാണുന്നില്ല. ഇങ്ങട്ടാ അവള് പോയത് ഭഗവാന്. താഴത്തെ മുറി പോയി നോക്കി, പൂജാമുറി പോയി നോക്കി, അവിടെയില്ല ഭാര്യ. മഹാരാജാവ് മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് കോണി ഇറങ്ങി വരുമ്പോ കാർപോർച്ചിന്റെ മുകളിലെ മുറിയാണ് ദേഷ്യമുറി. എന്നാൽ ആദ്യം ഒരു ശബ്ദം കേട്ടു അത്രേ. പൂച്ചേന്റെ ശബ്ദമാണെന്നാ വിചാരിച്ചത്. അയ്യോ പൂച്ചേന്റെ ശബ്ദമല്ലല്ലോ. പോയി നോക്കിയപ്പോഴതാ ദേഷ്യമുറിയില് തന്റെ ഭാര്യ നെഞ്ഞത്തടിച്ച് കറിയാ അത്രേ. എങ്ങനെയാ നെഞ്ഞത്തടിക്കുന്നത് വെച്ചാൽ കൈയൊന്ന് കുഴിച്ചിട്ടേ അടിക്കുള്ളൂ. എന്നാ പിന്നെ ശബ്ദം ഉണ്ടാവുകയും ചെയ്യും, വേദനയാവൂല്ല. അതിന് ഓർക്കെ ഭർത്താവിനെ കണ്ടതോടുകൂടി എന്തൊരു കരച്ചിലറിയില്ല. ഭർത്താവ് വിചാരിച്ചു ഇതിനിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കണ്ടേ ഭഗവാനെ. അങ്ങനെ ഭർത്താവ് കരയണ ഭാര്യന്റെ അടുത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭാര്യയുടെ 2 കാലും തന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് ഭർത്താവ് എന്നെ കൈകൊണ്ട് ഇങ്ങനെ കാലും ഇഴിഞ്ഞു കൊടുക്കുക അത്രേ. അപ്പൊ ഭാര്യ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ ഇപ്പഴാ ശൃംഗരിക്കാൻ വരുന്നത്, ഇപ്പൊ കാണിച്ചു തരാ പറഞ്ഞ ഭാര്യ ഭർത്താവിന്റെ ചുമലില് കാലോണ്ട് ഒറ്റ ചവിട്ട് കൊടുത്തു. അതോടുകൂടി കഷ്ടമില്ല, ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഭാര്യ കാലോണ്ട് ഭർത്താവിന്റെ പുറത്തോട്ട് ചവിട്ട് കൊടുത്തപ്പോ ഭർത്താവ് തല തിരിഞ്ഞ് അങ്ങോട്ട് ഇതാ വീണു. ഭർത്താവ് വിചാരിച്ചെന്നാലും എന്റെ ഭാര്യന്റെ കാലോണ്ടല്ലേ സാരമില്ല വിചാരിച്ച് രണ്ടാമതും വന്ന് കാല് ഇതാ വീട്ടിൽ കൊടുക്കണൂല്ലേ. ഇങ്ങനെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ വന്ന് ഭർത്താവ് അവസാനം ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ കരയണത്? കരയണം എന്റെ മുഖം കാണാൻ ഒരു രസവും ഇല്ലാട്ടോ.
അതുകൊണ്ട് നീയേ ആ വാഷ് ബേസിൽ പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഇങ്ങോട്ട് വന്നാലും മനുഷ്യ നിങ്ങൾ എങ്ങട്ടാ പോയത് എന്നോട് പറയാൻ, അതുകൊണ്ടാ നീ കരയുന്നത്. എന്നാ ഇനി മുതൽ ഞാൻ എന്നോട് പറയാതെ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് ഭാര്യയുടെ കയ്യെ പിടിച്ച് സത്യം ചെയ്തു അത്രേ, ഞാൻ എങ്ങോട്ടും പോവില്ല. ഈ ഭർത്താക്കന്മാരുടെ സത്യം എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുന്ന ആൾക്കാരുടെ സത്യം ഭർത്താക്കന്മാരുടെ സത്യം ഒരേപോലെയാണ് പറയും. മദ്യം കഴിക്കുന്ന ആൾക്കാരെങ്ങനെയാ സത്യം ചെയ്യുക? അവരവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് വാരി വലിച്ച് കഴിച്ച് വീട്ടിൽ വന്ന് ഭാര്യയ്ക്ക് അങ്ങനെ കുട്ടുക്കൂത്രേ 4-5 അടി അങ്ങനെ കിട്ടുമ്പോൾ ഭാര്യ ഇങ്ങനെ ഇരുന്നിങ്ങനെ കരഞ്ഞ് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ കഴിച്ചതൊക്കെ ഇല്ലാതാവും. അപ്പൊ ഭാര്യനോടൊരു സ്നേഹം കൂടാണ്ട് ഭർത്താവിന് ഞാൻ അറിയാതെ ചെയ്തു പോയത് എന്ന് പറഞ്ഞ ഭാര്യയുടെ കയ്യെ പിടിച്ച് ഭർത്താവ് പറയും, നാളെ രാവിലെ മുതൽ ഈ കൈ കൊണ്ട് ഒരു തുള്ളി മദ്യം തൊടില്ല, ഇത് സത്യം. എത്രത്തോളം നേരം നിലനിൽക്കുന്നുള്ളതിനെ സംശയമുള്ളൂ അല്ലേ? ചില ആൾക്കാർ പിറ്റേ ദിവസം രാവിലെ തന്നെ തുടങ്ങും. ചില ആൾക്കാർ വൈകുന്നേരം ഒരു 5-5:30 ആയി കഴിഞ്ഞാൽ മദ്യഷോപ്പിന്റെ ചോട്ട് കൂടെ 10 അടി അങ്ങോട്ട് നടന്നാൽ മദ്യം കഴിക്കുന്ന ആൾക്കാരും കാക്കി ഒരേപോലെയാ പറയും. കാക്ക 4 അടി നടന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കും, ഒന്നുകൂടി ആവാട്ടോ വിചാരിക്കും. വിശ്വസിക്കാൻ പാടില്ല ഈ വർഗത്തിന്, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ. ഇങ്ങനെ ഈ ഭർത്താവ് ഭാര്യയ്ക്ക് സത്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭാര്യയോട് പറയാതെ മഹാരാജാവ് നായാട്ടന് ഇതാ പോവാ പതിവുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ മഹാരാജാവിന് 2ാം കല്യാണം കൂടി വേണ്ടി വന്നു അത്ര. ആരെയാ കല്യാണം കഴിച്ചത് ചോദിച്ചാൽ യമധർമ്മരാജാവിന്റെ മകളെയാ കല്യാണം കഴിച്ചത്, കാലന്റെ മകളെ അല്ലേ. കാലന്റെ മകളെ ആരെങ്കിലും കല്യാണം കഴിക്കൂ? ഇതുകൊണ്ടാണ് മകളെ കല്യാണം കഴിക്കാത്തത് അല്ലേ. കാലന്റെ മകളെ കല്യാണം കഴിച്ച ആരാ അമ്മായിയപ്പനായിട്ട് വരിക വീട്ടിക്ക്? കാലനാ വരിക. കാലം വരുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അമ്മായിയപ്പ വരുന്നതിന് ഇഷ്ടമില്ല, എന്നിട്ടല്ലേ കാലം വരുന്നത് അല്ലേ. മാത്രമല്ല ഈ പെൺകുട്ടിക്ക് പറഞ്ഞാലും വൃത്തി എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഇന്ന് വരെ കുളിച്ചില്ല അത്ര. അല്ല ശരീരത്തിൽ ഇങ്ങനെ വല്ല മഴയത്തേറ്റം പോകേണ്ട സമയത്ത് ശരീരത്തിൽ വെള്ളായോ ഇല്ലയോ എന്ന് അറിയില്ല. വായ തുറന്ന 5 കിലോമീറ്റർ ദൂരത്ത് ഒരൊറ്റ ആളും നിൽക്കില്ല. അത്ര വൃത്തികെട്ട സ്ത്രീ അത്ര. കാതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ വേണ്ടാത്തത് മൂക്കൻ്റെ ഉള്ളിൽ നിന്നാവും. ഞാൻ ഭഗവാനെ പുഴുവൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇത്ര. ഈ പെൺകുട്ടിക്ക് അയച്ചാൽ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പുരുഷന്മാരെടുത്ത് പോയിട്ട് പറയും, എന്നെ ഒന്ന് കല്യാണം കഴിക്കുമോ ചേട്ടാ? അയ്യോ എന്നോട് പറയരുത് പറഞ്ഞ സകല പുരുഷന്മാർ ഓടിപ്പോവുക. അവസാനം നാരദ മഹർഷിയോട് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, എന്നോട് പറയല്ലേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നോട് പറയരുത് എന്നുള്ളത്. ഇത് നിനക്ക് കല്യാണം കഴിക്കാന്ന് വെച്ചാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ നദിയുടെ തീരത്ത് ഒരു മഹാരാജാവ് ഇതാ വന്നിരിക്കും. ആ മഹാരാജാവിനെ കല്യാണം കഴിച്ചു. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താന്നാ നീ വിചാരിച്ചത്? കഴുത്തിലേക്ക് മാല ഇടണം, കയ്യെ പിടിക്കണം. ഇതിനാണ് കല്യാണം എന്ന് പറയാ. ഒരു മുല്ലമാല കയ്യിലേക്ക് എടുത്ത് മഹാരാജാവിന്റെ പിന്നെ കൂടെ മുന്നിക്കൊന്നും പോവല്ലേ, നിന്റെ മുഖം കണ്ട അയാൾ സമ്മതിക്കില്ല. അല്ല പിന്നെ കൂടെ പോയിട്ട് കഴുത്തിലേക്ക് മാല ഇട്ടാ മതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പോലെ പിന്നെ കൂടെ പോയി കഴുത്തിലേക്ക് മാല ഇട്ടു, മുല്ലമാല എടുത്തിട്ടു, കയ്യെ പിടിച്ചു. ഞാൻ 2ാം ഭാര്യ എന്ന് പറഞ്ഞങ്ങോട്ട് ഒരുമിച്ച് കൂടി തുടങ്ങിയത്രേ. എന്റെ ഭഗവാനെ, 2ാം ഭാര്യ വന്നതോടുകൂടി ആദ്യ ഭാര്യയുടെ സ്ഥാനമൊക്കെ ഇല്ലാതായി. ഒരുമിച്ച് കിടക്കൊക്കെ 2ാമത്തെ ഭാര്യ അത്രേ. മാത്രമല്ല ഒരു ദിവസം രാത്രി 12:30 മണിക്ക് 2ാം ഭാര്യ എഴുന്നേറ്റിട്ടെ ചെറിയൊരു അമ്മിക്കുട്ടി കയ്യിലേക്ക് എടുത്ത് കടന്നുറങ്ങണ മഹാരാജാവിന്റെ പല്ലൊക്കെ കുത്തി പൊട്ടിച്ചു. എന്താ ചെയ്യുക? ഒരു ദിവസം ചെറിയൊരു വടി കയ്യിലേക്ക് എടുത്ത് മഹാരാജാവിന്റെ കാതിലിട്ട് കാത് കുത്തി പൊട്ടിച്ചു അത്ര. അങ്ങനെ അയാൾ കാണിച്ചു തരാം കേട്ടോ അത് പറഞ്ഞു. ഒരു ദിവസം വടി എടുത്ത് കാലടിച്ച് പൊട്ടിച്ചു. മാത്രമല്ല ഈ ഭാര്യയുടെ ഓരോ ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് കയറി വന്ന് വലിയ വിലപിടിപ്പുള്ള ഓരോ സാധനമൊക്കെ എടുത്തുകൊണ്ടുപോയി. ഒരു 50,000 TV എടുത്തുകൊണ്ടുപോയി. എന്താ ചെയ്യുക? ഭാര്യന്റെ ബന്ധുക്കളെ വന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് പോകുമ്പോ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ട് വെച്ചാൽ ഭാര്യയ്ക്ക് ഇഷ്ടാവും. ഭാര്യ അടിച്ചു വരുന്ന സാധനം എടുത്ത് കൊടുക്കൂത്രേ ഭർത്താവിന്. ഇപ്പം മിണ്ടാവും ഭർത്താവിന്. അതിങ്ങനെ കൂട്ടുകെട്ട സാധനം പോലെ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നടക്കുക. ഭാര്യ എന്തൊക്കെ ഭാര്യന്റെ ഓരോ ബന്ധുക്കളെ അപ്പുറത്തുള്ള ആൾക്കാർ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കയറി വരുമ്പോ ഇങ്ങനെ മഹാരാജാവിന് വയസ്സായി. അദ്ദേഹം വയസ്സായുടെ സമയത്ത് ആലോചിച്ച് എന്റെ ആദ്യ ഭാര്യയുള്ള സമയത്ത് എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. അതിന്റെ ഭാര്യയെ വിചാരിച്ച് മരിച്ചു. അടുത്ത ജന്മത്തിലൊരു സ്ത്രീയായി മലയധ്വജനെ കല്യാണം കഴിച്ചു. 9 കുട്ടികളുണ്ടായി. 10ാമതായിട്ടൊരു പെൺകുട്ടി ഇതാണ്ടായി. അതിന്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഭർത്താവിന്റെ ശവശരീരവും താനും കൂടി ഒരുമിച്ച് ദഹിക്കണം എന്നുള്ള രീതിയിൽ എടുത്ത് ചാടാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് ബ്രാഹ്മണൻ കയറി വരുന്നത്. ബ്രാഹ്മണൻ ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ കറിയണത്? എന്റെ ഭർത്താവ് മരിച്ചു കിടക്കണമെന്ന് കണ്ടില്ലേ, ഞാനും അതിലേക്ക് ചാടുകയാണ്. ഇതെന്റെ ഭർത്താവാണോ? ആലോചിക്കാൻ സ്ത്രീ ആലോചിച്ചപ്പോ മനസ്സിലായി ഇതെന്റെ ഭർത്താവല്ല. ഞാനാരാണ്? ഞാൻ പണ്ട് മാനസ സരോവരത്തിൽ അങ്ങനെ പറന്നു നടന്നതായ
ജീവാത്മാവാകുന്ന ഹംസം പരമാത്മാവാകുന്ന ഹംസവും ജീവാത്മാവാകുന്ന ഹംസവുമാണ് എന്നുള്ള ബോധം വന്നതോടുകൂടി ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറക് മുളച്ച് അവരിതാ ഇവിടുന്ന് യാത്രയായി എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ് സമർപ്പിച്ചു. കഥ കേൾക്കുന്ന പ്രാചീന വികസന നാരദ മഹർഷിയോട് ചോദിച്ചു, ഈ കഥയുടെ ഉള്ളിലുള്ള തത്വം എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു പറഞ്ഞു. ആരാ രാജാവ്? ജീവാത്മാവിനെയാണ് രാജാവ് എന്ന് പറയുന്നത്. അദ്ദേഹം കുറെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. ആ കൊട്ടാരത്തിലൊന്നും അധിക കാലം താമസിക്കില്ല പറഞ്ഞു. ഏതാ കൊട്ടാരം? ഈ ശരീരത്തിനെയാണ് കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പൊ കൊതുവിന്റെ ശരീരം കിട്ടിയത് വിചാരിക്കുക അല്ലെ, എത്ര കുറച്ച് കാലേ ഉള്ളൂ. ആ കൊതു നമ്മൾ ഇടത്ത ഭാഗത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ ഏതാ ഈ കൊതു എന്ന് ആർക്കാ അറിയുക? ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാവും കൊതുവായിട്ട് വന്നിട്ടുണ്ടാവും, കൊടുത്തു ഒരടി, അത് കഴിഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് അടുത്തൊരു ശരീരം കിട്ടി, 4 കാലും വാലുള്ള ശരീരം. പിന്നെ പൂച്ചേന്റെ ശരീരം കിട്ടി. ഇങ്ങനെ പയ്യീച്ച പൂച്ച പുലി പയ്യലി പച്ചപ്പയ്യു തൊട്ടു പലമാതിരിയുള്ള ജന്മം പയ്യേ കഴിഞ്ഞു. അനവധി ശരീരം എടുത്തതിനെയാണ് കുറെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, അതിനൊക്കെ തച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞത്. ഹിമാലയ പർവ്വതത്തിന്റെ അടുത്തെത്തിയപ്പോ 2 തൂണിന്റെ മുകളിൽ കണ്ട കൊട്ടാരാണ് മനുഷ്യ ശരീരം. അതിന്റെ അടുത്ത് എത്തിച്ചേർന്ന സമയത്ത് 5 ശിരസുള്ള ഒരു സർപ്പത്തിനെ കയ്യിൽ പിടിച്ച് ഒരു സുന്ദരിയായിരിക്കുന്ന പെൺകുട്ടി വന്നു എന്ന് പറഞ്ഞതാണ് ആ ബുദ്ധി. 5 ശിരസ് എന്ന് പറഞ്ഞത് 5 ഇന്ദ്രിയങ്ങളെയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഇതാ കയറിപ്പോയി. താഴത്തേക്ക് ഇതാ വന്നപ്പോ താമരപ്പൂവിനെ പോലെ മനോഹരമായിരിക്കുന്ന മുറിയാണ് ഹൃദയം. താഴത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് 2 ദ്വാരങ്ങൾ കണ്ടു, അവിടെ നിൽക്കണ്ടാ തോന്നി. നേരെ മുകളിലേക്ക് ഇതാ കയറിപ്പോയി. കാഴ്ച കണ്ട സ്ഥലമാണ് കണ്ണ്, പാട്ട് കേട്ട സ്ഥലമാണ് കാത് അല്ലെ, നല്ല ഉദ്യാനത്തു നിന്നുള്ള സുഗന്ധം അനുഭവിച്ച സ്ഥലമാണ് മൂക്ക്. മുകളിലേക്ക് ഇതാ കയറിപ്പോയി. താഴത്തേക്ക് ഇതാ വന്നിരുന്നു. മഹാരാജാവിന്റെ സ്വപ്നാവസ്ഥ. 2ാം കല്യാണം വേണ്ടി വന്നു. തനിക്ക് ഇഷ്ടമില്ലാതെ തന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് എന്താണ്? അതാണ് ജരാനര അല്ലെ. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ തലമുടി നിറം മാറേണ്ടത് അല്ലെ? കണ്ണ് കാണാതെയാവണു, പല്ല് പോയി അല്ലെ. മാത്രമല്ല ഈ 2ാം ഭാര്യയുടെ ബന്ധുക്കള് ആരൊക്കെയാണ്? വയസ്സാവുന്നതിനനുസരിച്ച് കുറെ അസുഖങ്ങള് നമ്മളെ ജീവിതത്തിലേക്ക് ഇതാ കയറി വരും. അതോടുകൂടി ആദ്യ ഭാര്യയെ വിചാരിച്ചു. അപ്പോ ഒരു സ്ത്രീയായിട്ട് ജനിച്ചു, മലയധ്വജനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ സജ്ജന സംസർഗമുണ്ടായി. അപ്പോഴാണ് ബ്രാഹ്മണൻ കയറി വരുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ. അങ്ങനെ ഞാൻ ഈശ്വരനാണ്, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ബോധം വന്നതോടുകൂടി ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറക് മുളച്ച് അവരിതാ ഇവിടുന്ന് യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞതാ സമർപ്പിച്ചത്. പിന്നെയും കുറച്ച് അധ്യായം കൂടി നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്. ആ വിധ കഥകളൊക്കെ നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ആരംഭിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.